പ്രിയപ്പെട്ട ഗവേഷക സുഹൃത്തുക്കളെ, മലയാള സർവകലാശാലയിലെ SFI യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ധീരജ് സുരേന്ദ്രൻ പഠന സ്കൂൾ എന്ന നിലയിൽ ഒരു കൂട്ടായ്മ രൂപീകരിച്ചത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ഗവേഷണ പ്രഭാഷണ പരമ്പര നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതിൻ്റെ രണ്ടാമത്തെ സെഷനാണ്. ഇന്ന് നമ്മളുടെ അഭ്യർത്ഥന പ്രകാരം നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ട ഡോക്ടർ ധന്യ ആർ ടീച്ചറാണ്. ഗവേഷണം, ധനസഹായം, രൂപരേഖയും സാധ്യതകളും എന്ന വിഷയത്തിൽ വലിയ സന്തോഷമുണ്ട്. ഈ സെഷനിൽ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി JKRCയുടെ മലയാള സർവകലാശാലയുടെ കൺവീനറായിട്ടുള്ള പ്രിയപ്പെട്ട അനുശ്രീയെ ക്ഷണിക്കുന്നു. കേൾക്കാമല്ലോ ജിനു? പ്രിയപ്പെട്ടവരെ, SFI യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധീരജ് പഠന സ്കൂൾ തുടങ്ങാനുണ്ടായ സാഹചര്യം ജിനു പറഞ്ഞു. അക്കാദമിക, സാംസ്കാരിക വിഷയങ്ങളിൽ ഇടപെടലുകൾ നടത്തുക എന്ന ലക്ഷ്യത്തിലാണ് ഇത്തരത്തിലൊരു പഠന സ്കൂൾ സ്ഥാപിച്ചിട്ടുള്ളത്. ജിനു സൂചിപ്പിച്ചതുപോലെ പഠന സ്കൂളിന്റെ നേതൃത്വത്തിൽ ഗവേഷകർക്ക് വേണ്ടി നടത്തുന്ന രണ്ടാമത്തെ ക്ലാസ് ആണിത്. ആദ്യത്തെ ക്ലാസ് അശോക് മാഷാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇന്ന് നമുക്ക് ഗവേഷണ ധനസഹായം, രൂപരേഖയും സാധ്യതകളും എന്ന വിഷയത്തില് സർവകലാശാലയിലെ പരിസ്ഥിതി പഠന സ്കൂളിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ ധന്യ ടീച്ചറാണ് ക്ലാസ് എടുക്കുന്നത്. പുതിയ ഗവേഷകർക്ക് ടീച്ചറെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ, സർവകലാശാലയിലെ പരിസ്ഥിതി പഠന സ്കൂളിലെ അസിസ്റ്റന്റ് പ്രൊഫസറും സ്കൂൾ ഡയറക്ടറുമാണ് ടീച്ചർ. അതുപോലെ തന്നെ ടീച്ചർ ഭാരതീയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എൻവയോൺമെന്റൽ സയൻസിലാണ് PhD നേടിയത്. ടീച്ചറുടെ വിഷയമേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി ഗവേഷണ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ലേഖനങ്ങൾ എഴുതുകയും അത് വിവിധ ജേർണലുകളിൽ പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ സർവകലാശാലയിലെ മുൻ നിർവാഹക സമിതി അംഗം കൂടിയായിരുന്നു ടീച്ചർ. അപ്പോൾ കൂടുതലൊന്നും നീട്ടി പറയുന്നില്ല. ഓൺലൈനിലാണ് ക്ലാസ്. അതിൻ്റെതായ പരിമിതികളും കാലാവസ്ഥ പ്രതികൂലമാണ്. അപ്പോൾ ടീച്ചറെ ഏറെ സ്നേഹത്തോടു കൂടി ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ക്ലാസ് ശ്രവിക്കുന്ന എല്ലാ ഗവേഷക സുഹൃത്തുക്കളെയും ധീരജ് പഠന സ്കൂളിന്റെ ഭാരവാഹികളെയും എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ക്ലാസ് എടുക്കാൻ വേണ്ടി ടീച്ചറെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരുപാട് നന്ദി ഇങ്ങനെ ഒരു അവസരം തന്നതിനും അതുപോലെ തന്നെ ധീരജ് പഠന സ്കൂൾ നമ്മുടെ സർവകലാശാലയിൽ സ്ഥാപിച്ചതിനുമൊക്കെ നിങ്ങളുടെ എഫർട്ടും ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അത്രയും നല്ലൊരു ഇനിഷ്യേഷൻ തുടങ്ങി വെച്ചതിന് ഒത്തിരി അധികം സന്തോഷം. പിന്നെ വളരെ ഫോർമലായി തോന്നുന്നു, കാരണം അതിൻ്റെ ഒരു ആവശ്യമില്ല. നമ്മളെല്ലാവരും ഞാനും എല്ലാം ഗവേഷകർ തന്നെയാണ്. അതൊരു PhD ടൈറ്റിൽ നമുക്ക് കിട്ടി, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊരു വ്യത്യാസമല്ലാതെ ഈ സെയിം പ്രോസസ്സിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നു പോകുന്നത്. അപ്പോ അതുകൊണ്ട് ഇത്രയും ഒരു ഫോർമാലിറ്റിയുടെ ആവശ്യമില്ല എന്ന് കരുതുന്നു. അപ്പൊ ഇതുവരെ ഞാൻ ചെയ്ത പ്രസന്റേഷനുകളെല്ലാം തന്നെയും ശാസ്ത്ര വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലുള്ള ഈ ഫണ്ടിങ് ഏജൻസികളും ഒക്കെ തന്നെ അവരുമായി ബന്ധപ്പെട്ടതായിരുന്നു. അപ്പോൾ കുറച്ച് ഞാൻ മാറ്റപ്പെടുത്തി, കാരണം അതിനുള്ളൊരു സമയമേ എനിക്ക് ലഭിച്ചുള്ളൂ. എന്നിരുന്നാലും ഇന്നത്തെ ഇതിനെ ഇത്രയും പേര് പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല, കാരണം ഞാൻ നിലമ്പൂരാണ്, നല്ല മഴയാണ്, കറണ്ട് ഇല്ല, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഈ ഒരു അവസ്ഥയിലും ഇത്രയും പേര് ജോയിൻ ചെയ്തതിൽ വളരെയധികം സന്തോഷം. ഞാൻ കഴിവതും എന്ന് വെച്ചാൽ 2 ഭാഗങ്ങളായിട്ടായിരുന്നു ഞാനിതിനെ ഈ ഒരു ടോക്കിനെ ഞാൻ കണ്ടത്. ഒന്ന് ഒരു പ്രീ പ്രപ്പോസൽ സ്റ്റേജും ഒന്ന് ഒരു പ്രപ്പോസൽ സ്റ്റേജും. ഈ പ്രീ പ്രപ്പോസൽ നമ്മൾ എല്ലാവരും ഗവേഷണ രൂപരേഖയൊക്കെ നിങ്ങൾ ഉണ്ടാവും ബൈ ദ ടൈം ഞാൻ വിചാരിക്കുന്നു. അപ്പം ഈ ഗവേഷണ രൂപരേഖ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ സമർപ്പിക്കുന്നത് നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഗൈഡുമായി ഡിസ്കസ് ചെയ്ത് നമ്മളുടെ ഒരു രൂപരേഖയാണ്. നമുക്ക് അതിന്റെ ഫോർമാറ്റ് ഒക്കെ ഉണ്ട് ഇവിടെ, റിസർച്ച് പോളിസിയിൽ അതൊക്കെ തന്നിട്ടുണ്ട്, നിങ്ങൾ അതൊക്കെ കണ്ടിരിക്കും. അപ്പൊ അത് പ്രകാരം നമ്മളൊരു രൂപരേഖ ഇവിടെ സമർപ്പിക്കുന്നു, പിന്നെ ഡോക്ടർ കമ്മിറ്റി ഉണ്ടാകുന്നു, അങ്ങനെ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞു പോകുന്നു. പക്ഷെ ഈ ഫണ്ടിങ് ഏജൻസികളുമായി ബന്ധപ്പെട്ട് നമ്മൾ രൂപരേഖ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാല് ഓരോ ഫണ്ടിങ് ഏജൻസിക്കും ഓരോ പ്രയോറിറ്റി ഉണ്ട്. അപ്പോ നമ്മള് ഉണ്ടാക്കിയ ഈ ഒരു രൂപരേഖ തന്നെ ഫണ്ടിങ് ഏജൻസികൾക്കും അതേപടി കൊടുക്കാം എന്നുള്ളൊരു ധാരണ തെറ്റാണ്. അപ്പോ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട്, ലാംഗ്വേജുമായി ബന്ധപ്പെട്ട്, അങ്ങനെ വളരെയധികം ആർട്സ്, സയൻസ്, ഒബ്വിയസ്ലി സയൻസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഫണ്ടിങ് ഏജൻസികൾ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ശരിക്കും കഴിഞ്ഞ കുറച്ച് ദിവസം നന്നായിട്ടൊന്ന് നോക്കി, അപ്പോഴാണ് വളരെയധികം കമ്പയർഡ് ടു സയൻസ് ഫണ്ടിങ് ഏജൻസികൾ മറ്റു വിഷയങ്ങൾ കുറവാണ് എന്നറിയാമെങ്കിലും
ഇത്രയും കുറവാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈലി കോമ്പറ്റീറ്റീവ് ആണ് ഈ ഒരു ഫീൽഡ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു കോവിഡിന് ശേഷം ഈ പറയുന്ന ഞാനിവിടെ സംസാരിക്കാൻ പോകുന്ന നാഷണൽ ഫണ്ടല്ല, ഇന്റർനാഷണൽ ഫണ്ടുകളെല്ലാം തന്നെയും കോവിഡിന് ശേഷം കൃത്യമായിട്ട് അവര് കോൾ ഫോർ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഒരു ലോങ് ടേം PhD ഗ്രാന്റ് നൽകിയിരുന്ന ഫണ്ടിങ് ഏജൻസികളെല്ലാം തന്നെ വളരെ ഷോർട്ട് ടേം ഗ്രാന്റിലേക്ക് മാറുന്നു, എക്സ്ചേഞ്ച് പ്രോഗ്രാമിലേക്ക് മാറുന്നു. അങ്ങനെ വളരെ വ്യക്തമായ ഒരു ചേഞ്ച് നമുക്ക് കാണാൻ സാധിക്കും. കാരണം എല്ലായിടത്തും പൈസ തന്നെയാണ് വിഷയം. ഫിനാൻസ് എന്ന് പറയുന്നതിൽ വളരെ ക്രഞ്ചായി പോയല്ലേ നമ്മുടെ ഇക്കോണമി. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ഫണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഡയറക്റ്റ് ആയിട്ട് ഒരു PhDക്ക് നമ്മൾ PhD കഴിഞ്ഞ ഒരു 5 വർഷത്തേക്ക് ഒക്കെ തരുന്ന ഫണ്ടിങ് ഏജൻസികൾ വളരെയധികം കുറവാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഫണ്ടിങ് ഏജൻസികളുടെ ഒബ്ജക്റ്റീവ്, ലക്ഷ്യം എന്താണ്? ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസിനെ എടുക്കുവാണെങ്കിൽ അവരുടെ പ്രധാന ലക്ഷ്യം എന്താണ്? അതുമായി ഒത്തു നിൽക്കുന്ന ഒരു പഠനമാണോ എന്റേത് എന്ന രീതിയിൽ ഈ പ്രീ പ്രപ്പോസൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രപ്പോസൽ എഴുതുന്നതിന് മുമ്പ് ഏതൊക്കെ ഫണ്ടിങ് ഏജൻസിയാണ് ഞാൻ സമീപിക്കേണ്ടത് എന്നുള്ളൊരു ധാരണയാണ് പ്രധാനമായിട്ടും ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ കുറച്ച് ഫണ്ടിങ് ഏജൻസികളെ മനസ്സിലാക്കിയതിന് ശേഷം അവരുടെ ഒബ്ജക്റ്റീവിന് അല്ലെങ്കിൽ അവർ പ്രധാനമായി ലക്ഷ്യം വെക്കുന്നത് എന്തിനൊക്കെയാണോ അതുമായി ഒത്തുചേർന്ന് പോകുന്ന രീതിയിലുള്ള ഒരു പ്രപ്പോസൽ ഫോർമാറ്റ് ആണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പൊ അതൊരു പക്ഷേ നമ്മൾ ഇവിടെ സമർപ്പിക്കുന്ന പ്രപ്പോസലിൽ നിന്ന് വളരെയധികം മാറാം, അല്ലെങ്കിൽ ചില ഒബ്ജക്റ്റീവുകൾ, ചില ലക്ഷ്യങ്ങൾ ഒരുപോലെ ആകാം. എന്നാൽ ഒരു ചേഞ്ച് നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഫണ്ടിങ് ഏജൻസികൾക്ക് നമുക്ക് അയക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം എനിക്ക് തോന്നുന്നു ഇവിടെയും കറണ്ട് ഇല്ലാത്തതുകൊണ്ട് എനിക്കിപ്പോ ഈ പറഞ്ഞ പോലെ ഒരു ഫണ്ടിങ് ഏജൻസികളെ നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് കരുതുന്നു. പിന്നെ നമ്മൾ ഗവേഷണ രൂപരേഖ, ഫണ്ടിങ് ഏജൻസികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗവേഷണ രൂപരേഖ എത്രത്തോളം നമുക്കത് ചെയ്യാൻ പറ്റുമെന്ന് സമയത്തിനനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം. ഇല്ലെങ്കിൽ നമുക്കത് നേരിട്ട് ഒരു ക്ലാസ്സിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും അവിടെ വന്നാൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. പിന്നെ ഈ പറയുന്ന ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചില ഫണ്ടിങ് ഏജൻസികൾ എനിക്കും പുതിയ തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞു, ഞാൻ ഇതുവരെ ഡീൽ ചെയ്തിരുന്ന സയൻസുമായി ബന്ധപ്പെട്ട ഫണ്ടിങ് ഏജൻസികൾ ആയതുകൊണ്ട് തന്നെ. അപ്പൊ എന്നിരുന്നാലും നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ചിലതിന്റെയൊക്കെ ലാസ്റ്റ് ഡേറ്റ് അടുത്ത് തന്നെയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ കണ്ടപ്പോൾ താല്പര്യമുള്ളവർ വന്നാൽ നമുക്കത് ഡിസ്കസ് ചെയ്ത് ഒരു ഫോർമാറ്റ് ഒക്കെ ഉണ്ടാക്കാം. അപ്പോ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സ്ലൈഡ് ഷെയർ ചെയ്യണേ. സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടോ? കാണാം ടീച്ചറെ, കാണാം. ഓക്കെ. അപ്പം ഞാനിവിടെ വളരെയധികം ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം അശോക് സാറിന്റെ ഒരു ക്ലാസ് കഴിഞ്ഞു എന്ന് എനിക്കറിയാം. അപ്പോ ഇവിടെ കൊടുത്തിരിക്കുന്ന ഗവേഷണം എന്തിനാ എന്ന് നിങ്ങൾ വളരെയധികം നന്നായി അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത് അല്ലെ. ഗവേഷണത്തിന് PhDക്ക് നമ്മൾ മലയാള സർവകലാശാലയിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഈ പറയുന്ന കാര്യങ്ങളല്ലാതെ തന്നെ വേറെ കുറെ പെർസ്പെക്റ്റീവ് ഗവേഷണത്തെ കുറിച്ച് നിങ്ങൾക്ക് ഇതിൽ ലിസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഏറ്റവും അവസാനമുള്ള ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രസിദ്ധീകരണങ്ങൾ അല്ലെ. മറ്റെല്ലാ വിമർശനാത്മകമായ ചിന്തയുണർത്തുന്നു, പ്രായോഗികമായിട്ടുള്ള സൊല്യൂഷൻസ് നമ്മൾ കണ്ടെത്തുന്നു, പല പ്രശ്നങ്ങൾക്കും നമ്മുടെ റിസർച്ച് ഒരു പരിഹാരമാകും. ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഗവേഷണം നടത്തുന്നത്. അതൊക്കെ നമുക്കറിയാം. നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഗവേഷണം എന്ന് പറയുന്നത് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ചോദ്യം അതിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പ്രധാനമായും ഫണ്ടിങ് ഏജൻസികൾ നോക്കുന്നത് അതിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള വളരെ
ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ചോദ്യം അതിൽ അടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്തത്, നമ്മുടെ ഗവേഷണം നമ്മൾ നടത്തുമ്പോൾ അതിലെ കമ്മ്യൂണിറ്റി, എസ്പെഷ്യലി സോഷ്യൽ സയൻസ് ആയതുകൊണ്ട് ഞാൻ ഇതൊരു ജനറൽ ഇതാണ്, ചില ലാംഗ്വേജ് ആസ്പെക്റ്റില്, ഗവേഷണ ആസ്പെക്റ്റില് നോക്കുമ്പോൾ ഇത് പോസിബിൾ ആവുകയില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, നമ്മൾ അഡ്രസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി, അതായത് കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു പഠനമാണെങ്കിൽ നമ്മൾ അഡ്രസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഒരു ലാർജ് കമ്മ്യൂണിറ്റി ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ അതിന്റെ ഫലങ്ങൾ, ഗവേഷണ ഫലങ്ങൾ ആ കമ്മ്യൂണിറ്റിയിൽ എത്തിക്കണം. അതായത് നമ്മുടെ ഗവേഷണത്തിന്റെ ഇമ്പാക്ട് ഒരു ലാർജ് സ്കെയിലായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണം എന്നുള്ളതും അവര് നോക്കുന്നതാണ്. അതായത് ഫണ്ടിങ് ഏജൻസി നോക്കുന്നതാണ്. കാരണം അവർക്ക് എപ്പോഴും അവർ ഫണ്ട് ചെയ്ത ഒരു പ്രോജക്റ്റ് ആരും ആയിക്കോട്ടെ, ഏത് ഫണ്ടിങ് ഏജൻസി ആയിക്കോട്ടെ, അതിന്റെ റിസൾട്ട് കൂടുതൽ ആൾക്കാരിൽ എത്തിക്കുക എന്നുള്ളതായിരിക്കാം ജനറൽ ആയിട്ട് പറയുവാണെങ്കിൽ മിക്ക ഫണ്ടിങ് ഏജൻസികളുടെ ഒരു സ്ഥായിയായ ഭാവമാണ് അതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു റിസർച്ച് അഡ്രസ് ചെയ്ത് അതിന്റെ ഒരു ഫലങ്ങളൊക്കെ കണ്ടെത്തി അതിനൊരു പ്രായോഗികത ഉണ്ടാവണം. കാരണം ഇത്രയും കമ്മ്യൂണിറ്റിക്ക്, ഇത്രയും വലിയൊരു ലാർജ് സ്കെയിലുള്ള കമ്മ്യൂണിറ്റിക്ക് അതിന്റെ ഒരു ഏതെങ്കിലും ഒരു ബെനിഫിറ്റ് അവർക്ക് നമ്മുടെ ഒരു റിസർച്ച് കൊണ്ട് ഉണ്ടാവണം. അപ്പൊ ഇങ്ങനെ ഒരു 3 കാര്യങ്ങൾ സാധാരണ എല്ലാ ഫണ്ടിങ് ഏജൻസിയും നോക്കുന്നതാണ്. അപ്പൊ ഒരു ചോദ്യം വരാം, നിങ്ങൾ ചോദിക്കാം, ഇപ്പോ നമ്മള് കാട്ടുനായ്ക്കർ എന്ന് പറയുന്ന അവരുടെ ഭാഷയെ പറ്റി പഠിക്കുന്നു, ഒരു ലാർജ് കമ്മ്യൂണിറ്റി ആണോ അവര്? അല്ല, വളരെ ചെറിയ ഒരു പോക്കറ്റില്, നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിന്റെ പോക്കറ്റില് ഉള്ള ഒരു ചെറിയ പോപ്പുലേഷൻ ഉള്ള ഒരു പ്രാക്തന വിഭാഗമാണ്. അപ്പം ടീച്ചർ പറഞ്ഞെല്ലാം നേരെ തിരിഞ്ഞില്ലേ? അങ്ങനെയല്ലല്ലോ, വലിയ കമ്മ്യൂണിറ്റി അല്ല. അതിന് എത്രത്തോളം പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് ഉണ്ടാവും അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് അങ്ങനെയുള്ള സ്റ്റഡികളെ വേറെയായി തന്നെ ഫണ്ടിങ് ഏജൻസികൾ കാണും. എന്നിരുന്നാലും നമ്മുടെ സോഷ്യൽ ആസ്പെക്റ്റിലുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എൻവയോൺമെന്റ് ആസ്പെക്ട് തന്നെയും സോഷ്യൽ സയൻസ് റിസർച്ച് ഒക്കെ തന്നെയും ജനറലി എല്ലാ ഫണ്ടിങ് ഏജൻസികളും ഈ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. പക്ഷെ ഇത്തരത്തിലുള്ള പ്രത്യേക കേസുകളെയും അവര് വേറെയായി തന്നെ പരിഗണിക്കുന്നതാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അല്ലെ? അടുത്തപ്പോയിക്കോട്ടെ. അപ്പം ഈ പ്രസിദ്ധീകരണങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറയാൻ വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഫണ്ടിങ് ഏജൻസിയെ കുറിച്ച് പറയുമ്പോൾ എല്ലാ ഫണ്ടിങ് ഏജൻസിയും നോക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം പബ്ലിക്കേഷൻസ്, അതിന്റെ ഔട്ട്കം ഏതാണ്, എത്രത്തോളം ഉണ്ട് എന്നതിനെ മുൻനിർത്തിയാണ് ഇവർ ഫണ്ട് തരുന്നത്. അപ്പോ വളരെ നമുക്കറിയില്ല, ഈ ലോകാവസാനം വരെ നമ്മുടെ പേരിൽ അറിയപ്പെടുന്ന ഒരേ ഒരു സാധനമാണ് നമ്മുടെ പ്രസിദ്ധീകരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു ഫണ്ടിങ് പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ബൈ ദ ടൈം എത്ര പബ്ലിക്കേഷൻസ് ഉണ്ടാക്കി എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനനുസരിച്ചാണ്, കാരണം നമുക്കറിയാം, നമ്മളൊരു പ്രപ്പോസൽ അയക്കുമ്പോൾ രൂപരേഖയൊക്കെ അവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ അവര് നമ്മുടെ സിവിയും കൂടെ വാങ്ങിക്കും. അപ്പൊ അതിൽ ഏതൊക്കെ പബ്ലിക്കേഷൻ ഉണ്ട്, എവിടെയാണ് എന്നൊക്കെ നോക്കി അതിനനുസരിച്ചാണ് വെയിറ്റേജ് കിട്ടുന്നതൊക്കെ. അപ്പൊ ഇപ്പൊ തുടങ്ങുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നമ്മളിപ്പോ ചെയ്യുന്ന പ്രോസസ് ഉണ്ടല്ലോ, റിവ്യൂ, നമ്മൾ ഒത്തിരി ലിറ്ററേച്ചർ വായിക്കും, നമ്മളൊരു സ്റ്റഡിയിലേക്ക് എത്തുകയാണ് ബേസിക്കലി അല്ലെ. നിങ്ങളിപ്പോ കോഴ്സ് വർക്ക് ഒക്കെ കഴിഞ്ഞു, കുറച്ചൊക്കെ വായിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. ഒരു ഇത് കഴിഞ്ഞ 1-2 മാസത്തിനുള്ളിൽ നിങ്ങളുടെയൊക്കെ ഒരു പ്രസന്റേഷൻ ഒക്കെ ഉണ്ടാവും അല്ലെ, കമ്മിറ്റി ഒക്കെ ഉണ്ടാവും നിങ്ങളുടെ പഠനം അപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ബൈ ദി ടൈം അങ്ങനെ ഒരു ഇത് ഉണ്ടാക്കുന്നതിന് നിങ്ങൾക്ക് ഒത്തിരി പേപ്പറുകൾ, ഒത്തിരി കാര്യങ്ങളൊക്കെ വായിക്കേണ്ടി വരും. ആദ്യത്തെ പേപ്പർ എന്ന് പറയുന്നത് നമുക്ക് ദത്തമൊക്കെ ശേഖരിച്ച് ഫീൽഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ദത്തമൊക്കെ ശേഖരിച്ചിട്ട് എനിക്ക് പേപ്പർ എഴുതാൻ പോകാം എന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത്. നമ്മൾ ആ സ്റ്റഡി ഫ്രെയിം ചെയ്യുന്നതിന് വേണ്ടി എത്രത്തോളം പേപ്പറുകൾ വായിക്കുന്നോ ആ പേപ്പറിൽ നിന്നൊക്കെ തന്നെ നമുക്കൊരു റിവ്യൂ പേപ്പർ ഉണ്ടാക്കാം. ആദ്യത്തെ സ്റ്റേജ് നമ്മൾ 1-2 റിവ്യൂ പേപ്പർ ഈ ഒരു 6 മന്ത്സിനുള്ളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കണം. കാരണം നമ്മുടെ പഠന മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ റിപ്പോർട്ടുകൾ വായിക്കും, ജേർണലുകൾ വായിക്കും, പുസ്തകങ്ങൾ വായിക്കും. ഇതിൽ നിന്നൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ് റിവ്യൂ പേപ്പർ എന്ന് പറയുക. അപ്പം അങ്ങനെയുള്ള ഒരു സാധ്യത മുൻനിർത്തിക്കൊണ്ട് ഈ സുഹൃത്തുക്കൾ എല്ലാവരും റിവ്യൂ പേപ്പറുകൾ എഴുതണം എന്ന് കൂടെ പറയുകയാണ്. അപ്പോ നമ്മള് നമ്മുടെ ഗവേഷണത്തെ എന്തിനാണ് ചെയ്യുന്നത്? ഒരു പ്രശ്ന പരിഹാരമാണ്. പ്രായോഗിക തീരുമാനം, ഒരു പ്രാക്ടിക്കൽ അപ്രോച്ച്. നമ്മുടെ റിസൾട്ടിന് എപ്പോഴും ഒരു പ്രായോഗികത എന്ന് പറയുന്നത് എല്ലാ സ്റ്റഡീസിനും അത് സാധിക്കയില്ല. എന്നിരുന്നാലും ഞാൻ പറഞ്ഞല്ലോ, ഫണ്ടിങ് ഏജൻസികളിലൊക്കെ നോക്കുന്ന ഒരു ഇതാണ് പ്രായോഗിക വശമുണ്ടോ എന്നുള്ളത് അവര് നോക്കും. അപ്പോ എന്താണ് നമ്മൾ ഈ പറഞ്ഞ പോലെ വലിയ കമ്മ്യൂണിറ്റിയെ നമ്മൾ ഫേസ് ചെയ്യുന്നു, കമ്മ്യൂണിറ്റിക്ക് അത്
ആപ്ലിക്കബിൾ ആയിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്, നമ്മുടെ പ്രകൃതിയിൽ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒരു ഗവേഷണമായിട്ട്, ഇപ്പൊ ഇതൊക്കെ ഗവേഷണം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മള് എന്താ പറയുക, നിയതമായ ഒരു ചട്ടക്കൂടിൽ ഒരു രീതിശാസ്ത്രത്തിന്റെ പിൻബലത്തോടു കൂടി തന്നെ കൃത്യമായ ദത്തശേഖരണത്തിലൂടെ ആണ് നമ്മൾ ഗവേഷണത്തിലേക്ക് എത്തിച്ചേരുന്നത്, അല്ലേ? അതെല്ലാ റിസർച്ചും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ നമ്മളെല്ലാവരും ചെറുതിലെ ചെയ്തൊരു ഇതാണ്, നമ്മള് കുളത്തില് കല്ലെടുത്തെറിയും, അല്ലെ? കുറച്ച് പരന്ന കല്ലാണെങ്കിൽ അതിങ്ങനെ തട്ടി പോകുന്ന ഒരു, അല്ലെ, സ്റ്റോൺ സ്കിമ്മിങ് എന്ന് പറയുന്നത്. അത് വലിയൊരു സ്പോർട്ട് ആണ് പല രാജ്യങ്ങളിലും. പിന്നെ ചൈന മുതലൊക്കെ അവിടെ തന്നെ വലിയൊരു സ്പോർട്ടായിട്ട് തന്നെ അത് വലിയ കോമ്പറ്റീഷൻ ആയിട്ട് ഇവർ സ്പെയിനിലും ഒക്കെ നടത്തുന്നുണ്ട്. എന്നിരുന്നാലും ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സ്പെയിനിൽ വെച്ച് നടന്ന ഈ ഒരു കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ആൾക്ക് അതിൽ 32 times 32 പ്രാവശ്യം ഇങ്ങനെ വെള്ളത്തിൽ ഈ കല്ല് തട്ടി ആണ് നിന്നത്. അതൊരു റെക്കോർഡായിരുന്നു. അപ്പോ അതുകൊണ്ട് എന്താണ്, ഇറ്റ്സ് എൻ ഒബ്സർവേഷൻ. പക്ഷെ അതൊരു ഗവേഷണമായിട്ട് മാറുക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ഏത് ആംഗിളിലാണ് അയാൾ എറിഞ്ഞത്, ആ കല്ലിന്റെ വെയിറ്റ്, അതിന്റെ പരപ്പ് എത്ര, അല്ല ഏത് ആംഗിളിനാണ് വെള്ളത്തിലേക്ക് എറിഞ്ഞത്, എത്ര സ്പീഡിലാണ് എറിഞ്ഞത്, അന്നത്തെ അവിടുത്തെ കാറ്റിന്റെ ഗതി എങ്ങനെയായിരുന്നു, അങ്ങനെയുള്ള പല ഘടകങ്ങളും നമ്മൾ അളന്നു അത് ഒരു എന്താ പറയുക, ഒരു മെത്തഡോളജിയൊക്കെ വെച്ചിട്ട് വളരെ കൃത്യമായ രീതിയിൽ നമ്മൾ അതിനെ അതിന്റെ ദത്തം മുഴുവൻ ശേഖരിക്കുന്നു. എന്നിട്ട് ഇതാണ് നമ്മൾ അവിടെ കണ്ട ആ ഒരു സ്പോട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുക. പക്ഷെ ഇതിന്റെ ആപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം, അല്ലെ? സ്പേസ് ക്രാഫ്റ്റുകളൊക്കെ ഇപ്പം നമുക്ക് എന്താ പറയാ, സുനീത വില്യംസിന്റെ ഒക്കെ കേസ് അറിയാം, അല്ലെ? ഇപ്പം വളരെയധികം നമ്മൾ വായിച്ചതുകൊണ്ട് ഞാൻ പറയണത് എക്സാമ്പിൾ. ഇപ്പൊ അവര് ശരിക്കും താഴേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഏറ്റവും സേഫായ മെത്തേഡ് എന്ന് പറയുന്നത് വെള്ളത്തിൽ അല്ലെങ്കിൽ ഓഷ്യനിൽ ഇറങ്ങുക എന്നുള്ള, സ്പേസ് ക്രാഫ്റ്റുകളെല്ലാം തന്നെ വെള്ളത്തിൽ ഇറങ്ങുന്നതാണ് ഏറ്റവും മറ്റേത് ലാൻഡിലും ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ വെള്ളത്തിൽ ഇറങ്ങുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളത്. അപ്പൊ ഈ സ്പേസ് ഷിപ്പുകൾ ഏത് ആംഗിളിൽ അല്ലെങ്കിൽ എത്ര, നമുക്കറിയാം പിന്നെ പുറത്തുനിന്നാണ് വരിക, നമ്മുടെ ഇവിടുത്തെ വായുമർദ്ദവും ഇവിടുത്തെ അന്തരീക്ഷ ഘടനയൊക്കെ വളരെ വ്യത്യാസമാണ്. എത്ര സ്പീഡിൽ ഏത് ആംഗിളിൽ നമ്മുടെ പിന്നെ അന്തരീക്ഷത്തിലേക്ക് വരണമെന്നും ഉള്ള രീതിയിൽ ഈ ഒരു എന്താ പറയാ, നമ്മള് വെള്ളത്തിൽ കല്ലെറിഞ്ഞ ഈ കോമ്പറ്റീഷൻ പറഞ്ഞല്ലോ, ഈ കോമ്പറ്റീഷന്റെ ഡാറ്റ അല്ലെങ്കിൽ ദത്തമാണ് അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ. കാരണം അത്രയ്ക്ക് പെർഫെക്റ്റ്, കാരണം ഇത് ഏറ്റവും കൂടുതൽ സ്പീഡിൽ വരികയും അതുപോലെ തന്നെ തട്ടി അവിടെ നിൽക്കുകയും ചെയ്യണം. സ്പേസ് ഷിപ്പ് കൂടുതൽ എന്താ പറയാ ഇതൊന്നും ഉണ്ടാകാതെ ഏറ്റവും സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യുന്നതിന് ഇപ്പോൾ ഇതിന്റെ ഈ ഒരു അന്ന് നമ്മൾ കണ്ട ആ ഒരു ഇതിന്റെ ആംഗിളും ഒക്കെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് എന്താ പറയാ ഒരു പ്രാക്ടിക്കൽ, അതായത് നമ്മുടെ റിസർച്ചിന്റെ ഒരു സൊല്യൂഷൻ ആണ്, അല്ലെ? പ്രാക്ടിക്കൽ അപ്രോച്ച് ആണ് അത്. നമുക്ക് അതിനെ അങ്ങനെ മാറ്റാൻ സാധിച്ചു. അത് വലിയൊരു എന്താ പറയാ പഠനമായിട്ട് തന്നെ നേച്ചറിലൊക്കെ തന്നെ വന്നിട്ടുണ്ട്. നേച്ചർ എന്ന് പറയുന്ന ജേർണൽ അറിയാമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. പിന്നെ നമുക്കറിയാം ബയോമിമിക്രി, നമ്മുടെ ചുറ്റും പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, അല്ലെ? നിങ്ങൾക്കറിയാം നമ്മുടെ മീൻകൊത്തിയുടെ മുഖത്തിന്റെ ഷേപ്പ്, അല്ലെ? അത് വായുവില് തീരെ ഘർഷണം ഇല്ലാതാക്കിക്കൊണ്ട് വളരെ ഹൈ സ്പീഡ് ട്രെയിനുകൾ ഓടാന് സാധിക്കും. അതിന് ഏറ്റവും കൂടുതൽ ആൾക്കാര് അവർ ചെയ്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഷേപ്പ്, അതിൽ എത്രത്തോളം സ്പീഡിലാണ് പിന്നെ ഫ്രിക്ഷൻ ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക, ഇങ്ങനെ വളരെ നീണ്ടുനിന്ന ഒരു പഠനത്തിന് ശേഷമാണ് ഇതിന്റെ മുൻഭാഗം, ഈ ഹൈസ്പീഡ് ട്രെയിനിന്റെ മുൻഭാഗം നമ്മള് പിന്നെ അവര് ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ബയോ മിമിക്രി എന്നൊക്കെ പറയാം, നമ്മുടെ സമൂഹത്തിലും എന്താ പറയാ നമ്മുടെ പ്രകൃതിയിലും ഒക്കെ തന്നെ ഒത്തിരി കാര്യങ്ങള് നടക്കുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതിനെയൊക്കെ തന്നെ ഒരു റിസർച്ച് ലെവലിലേക്ക് എത്തിക്കണമെങ്കിൽ അതിന് രീതിശാസ്ത്രത്തിന്റെ പിൻബലത്തോടു കൂടി വളരെ ഗഹനമായ പഠനങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ എന്താണ് പ്രീ പ്രപ്പോസൽ സ്റ്റേജ് എന്ന് ഞാൻ പറഞ്ഞു നിർത്തി. അതായത് നമ്മൾ ആദ്യം നമ്മുടെ പഠനം എന്താണെന്ന് നമ്മൾ ഓൾമോസ്റ്റ് നിങ്ങളൊക്കെ തന്നെ പൊതുവെ ചേർന്ന് എല്ലാവരും ഒരുവിധം ഒരു ഡിസ്കഷനിൽ എത്തി തീരുമാനിച്ചു കഴിഞ്ഞു എന്നറിയാം. ഇനി ഇത് പലർക്കും നമുക്കിവിടെ ഒരു പിന്നെ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് ലഭിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ബൈ ദ ടൈം പിന്നെ നെറ്റ് എക്സാം JRF ഒക്കെ എഴുതിയെടുക്കും. അങ്ങനെ ഇല്ലാത്തവർക്ക് ഇപ്പം UGC നെറ്റ് JRF കിട്ടുന്നവർക്കും അതുകൊണ്ട് അത് ഫൈനൽ ആയി എന്ന് നമ്മൾ വിചാരിക്കരുത്. കാരണം ഒത്തിരി അധികം ഫെലോഷിപ്പുകൾ, അതായത് ഈ പറഞ്ഞ പോലെ ഷോർട്ട് ടേം വിസിറ്റ്,
അപ്പം നിങ്ങളുടെ പഠന മേഖല ഇപ്പൊ ആരെങ്കിലും മ്യൂസിയവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്, ഇപ്പൊ കൾച്ചറൽ ഹെറിറ്റേജുമായി ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ സ്റ്റഡി എബ്രോഡ് പോയി ചെയ്യണം. അങ്ങനെയുള്ള പല എക്സ്ചേഞ്ച് പ്രോഗ്രാമുകളും ഉണ്ട്. ഇതൊക്കെ ഒരു നമ്മൾ പറയില്ലേ, ഈ പ്രപ്പോസൽ റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ആർട്ടാണ്, ഒരു വലിയ കലയാണ്. നമ്മള് എന്താ പറയാ, നമ്മുടെ ആവശ്യവും വേണം, അതുപോലെ തന്നെ ഫണ്ടിങ് ഏജൻസിയുടെ ആവശ്യം കൂടെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. എന്റെ പ്രപ്പോസൽ എനിക്ക് എവിടെയൊക്കെ അയക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്ന ഒരു സ്റ്റേജ് ആണ് നമ്മൾ പ്രീ പ്രപ്പോസൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രീ പ്രപ്പോസൽ സ്റ്റേജിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ ഫണ്ടിങ് ഏജൻസികളെ കുറിച്ചിട്ടാണ് അറിയേണ്ടത്, അല്ലെ? കുറെ ഫണ്ടിങ് ഏജൻസി ഉണ്ട്, അതിന്റെയൊക്കെ സൈറ്റിൽ നോക്കിയിട്ട് ഇതൊക്കെ എനിക്ക് ഏതാണ് പറ്റുന്നത് എന്നുള്ള നിലയ്ക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ഞാൻ താഴേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മിക്കതും സോഷ്യൽ സയൻസും നമ്മുടെ ഈ മലയാള സർവകലാശാലയിൽ ഉള്ള വിഷയങ്ങൾക്കെല്ലാം തന്നെ അപ്ലൈ ചെയ്യാവുന്ന രീതിയിലുള്ളതാണ്. അപ്പം ഈ പ്രീ പ്രപ്പോസൽ സ്റ്റേജ്, അല്ലെ, പഠന മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ധനസഹായ ഏജൻസികളെ കണ്ടെത്തുക. അപ്പോ അതിന്റെ മുമ്പായിട്ട് ഞാൻ വേറൊരു കാര്യം പറഞ്ഞു. ഇപ്പം ഞങ്ങളൊക്കെ PhD ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്താ പറയാ, അവിടുത്തെ പ്രോജക്റ്റിലായിരുന്നു കിട്ടിയത്. അപ്പൊ ആ പ്രോജക്റ്റില് കിട്ടുമ്പോൾ നമുക്ക് എന്താന്ന് വെച്ചാൽ വളരെ തുച്ഛമായ പൈസയെ കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയാ, UGC നെറ്റിനോടൊപ്പം തന്നെ നമ്മളൊരു വലിയ കലണ്ടർ, അത് ഞങ്ങളായിട്ട് തുടങ്ങി വെച്ചതല്ല, നമ്മളൊരു വലിയ കലണ്ടർ, അതായത് വലിയൊരു ബോർഡില് ഞാനൊരു ഓർണിത്തോളജി ബേർഡ് സ്റ്റഡി ആണ് ചെയ്തത്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബേർഡ് സ്റ്റഡിയാണ് ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പം ബേർഡുമായി ബന്ധപ്പെട്ട ഫണ്ടിങ് ഏജൻസികൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുമായിരുന്നു മൊത്തം. അതൊരു 10-17 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പിന്നെ എല്ലാവരും പേഴ്സണലി ഒരു എക്സൽ ഷീറ്റ് എടുത്തിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഫണ്ടിങ് ഏജൻസികൾ ഇങ്ങനെ 1, 2, 3 നമ്മൾ ടൈപ്പ് ചെയ്യും. അത് കോൾ ഫോർ ചെയ്യുന്ന സമയം, അടുത്ത ഇതില് അതിന്റെ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്, ഇങ്ങനെ ഒരു സാധനം നമ്മുടെ കയ്യിൽ എപ്പോഴും സെറ്റ് ആയിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞു ഞങ്ങളായിട്ട് തുടങ്ങി വെച്ചല്ല, നമ്മളിങ്ങനെ കീപ്പ് ഓൺ ആഡിങ് ടു ദാറ്റ്. അത് ഇങ്ങനെ ഓരോ വർഷം കഴിയുമ്പോഴും ഓരോ ഫണ്ട് മാറും, അതനുസരിച്ച് നമ്മൾ വ്യത്യാസം വരുത്തും. അത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടാവണം. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ, കാരണം ഇപ്പം ഒരു 4-5 ദിവസത്തിന് മുമ്പായിരിക്കും നമ്മൾ ഓരോ ഫണ്ടിങ് ഏജൻസിയുടെ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ കാണുന്നത്. അപ്പൊ തന്ത്രപ്പാടിൽ നമ്മൾ ഒരു പ്രപ്പോസൽ എഴുതി ഉണ്ടാക്കും. അങ്ങനെ ആവരുത്. നമ്മള് ഒരു മിനിമം ഒരു 6 months മുമ്പേ തന്നെ നമ്മൾ അറ്റ്ലീസ്റ്റ് ഡിസ്കസ് ചെയ്തെങ്കിലും തുടങ്ങണം. കാരണം ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. എസ്പെഷ്യലി നമ്മളെ പോലെയുള്ള ഡെവലപ്പിംഗ് കൺട്രീസിനാണ് മിക്ക ഫണ്ടിങ് ഓപ്ഷൻസും ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡെവലപ്പിംഗ് കൺട്രീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, അല്ലെ, വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഇത്തരത്തിലുള്ള ഒത്തിരി രാജ്യങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈലി കോമ്പറ്റീറ്റീവ് ആണ്. മിക്കതും 10-12 ഒക്കെ തന്നെ അവര് കൊടുക്കുന്നുള്ളൂ. മിക്കതും ഇയർലി ആണ് കൊടുക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ സോളിഡ് ആയിട്ടുള്ള ഒരു പ്രപ്പോസൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഒരു എത്തിക്കൽ ഇതാണ്. അതായത് വെച്ചാല് നമ്മള് അറ്റ് എ ടൈം 3-4 ഒക്കെ ഫണ്ടിങ് ഏജൻസി ചിലപ്പോൾ വിളിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ സെയിം പ്രപ്പോസൽ തന്നെ പലർക്ക് അയച്ചു കൊടുക്കരുത്. അത് ഇപ്പം നമുക്കറിയാം, ഇപ്പൊ എന്ന് പറഞ്ഞാൽ അത് വളരെ ഈസിയാണ് ഡിറ്റക്ട് ചെയ്യാനൊക്കെ. നിങ്ങൾക്കറിയാം അങ്ങനെ പല കാര്യങ്ങളുണ്ട്, ഡാറ്റാ ബാങ്കുകളുണ്ട്, അല്ലെ, ഇത് ഓരോ ഫണ്ടിങ് ഏജൻസി തമ്മിൽ കണക്ഷൻ ഉണ്ടാവും. അപ്പൊ അത് പെട്ടെന്ന് ഇപ്പൊ ക്വിക്ലി അവർക്ക് അറിയാൻ പറ്റും, നമ്മൾ അത് അവിടെ കൊടുത്തന്നെ ഇവിടെയാണെന്ന് പറഞ്ഞാൽ അതൊരു നെഗറ്റീവ് റിമാർക്കാണ്. അപ്പൊ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്ത് സെയിം പ്രപ്പോസൽ തന്നെ അവർക്ക് അയച്ചു കൊടുക്കും, മറ്റൊരു ഏജൻസിക്ക് അറ്റ് സെയിം ടൈമിൽ നമ്മൾ അയച്ചു കൊടുക്കരുത്. മേ ബി നമ്മള് എന്താ പറയാ, ചില ലക്ഷ്യങ്ങൾ ഒക്കെ തന്നെ മാറ്റി, അല്ലെങ്കിൽ നമ്മൾ ആദ്യം കൊടുത്തതിൽ ആദ്യത്തെ ഒബ്ജക്റ്റീവിന് പകരം വേറെ സൂട്ടബിൾ ആയിട്ടുള്ള ചെറിയ മാറ്റങ്ങൾ, ടൈറ്റിലൊക്കെ മാറ്റം വരുത്തിയിട്ട് നമുക്ക് കൊടുത്താൽ പിന്നെയും എന്നാലും കണ്ടെത്തണമെന്ന് ചോദിച്ചാൽ ഇപ്പൊ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല. കാരണം മിക്ക ഡിറ്റക്ട് ചെയ്യാൻ പറ്റും പെട്ടെന്ന്. അപ്പൊ അതൊരു വലിയ കൺസേൺ ആണ്. നമ്മൾ അങ്ങനെ ചെയ്താൽ അതൊരു നെഗറ്റീവ് മാർക്കിംഗ് ആയിട്ട് അവര് കാണപ്പെടും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും സേഫ്. പക്ഷേ അപേക്ഷയുടെ വ്യത്യസ്ത ഘടകങ്ങൾ വ്യത്യസ്ത ഏജൻസികളിൽ നിന്ന് അഭ്യർത്ഥിക്കും. ആ പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോ പറഞ്ഞു PhD മുഴുവൻ സമയ ഫണ്ടിങ് മാറിയിട്ട് ഞാൻ പറഞ്ഞു സാൻഡ്വിച്ച് ഫെലോഷിപ്പുകളുണ്ട്, പിന്നെ എന്താ പറയാ എക്സ്ചേഞ്ച് ഫെലോഷിപ്പുകളുണ്ട്. നിങ്ങളെ എക്സ്ചേഞ്ച് ഫെലോഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ റിസർച്ചിന്റെ ഏതെങ്കിലും ഒരു ഘടകം നിങ്ങൾക്ക് നിങ്ങൾ ഇതേപോലെ തന്നെ സ്റ്റഡികൾ നടത്തുന്ന വേറെ ഏതെങ്കിലും പുറത്തുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയി ചെയ്യാവുന്ന തരത്തിലുള്ള പ്രോഗ്രാം. പിന്നെ സ്റ്റുഡൻസ് എക്സ്ചേഞ്ച് പ്രോഗ്രാം ഉണ്ട്. അതായത് അത് പല യൂണിവേഴ്സിറ്റികളും അത്
കുറച്ചും കൂടെ ഒരു റിസ്കി ആയ പ്രോഗ്രാം ഇതാണ്. അതിന് വിദ്യാർത്ഥികൾ മാത്രം ഇനിഷ്യേഷൻ എടുത്താൽ പോരാ. കാരണം നിങ്ങളുടെ ഒരു റിസർച്ചിന്റെ മേ ബി ഒരു കോ ഗൈഡായിട്ട് വരെ നിങ്ങൾ പോകുന്ന സ്ഥലത്തെ ആളെ നമുക്ക് മാറ്റാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അതെന്ന് പറഞ്ഞാല് നമുക്ക് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ റെഗുലേഷൻ അത് അനുവദിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒന്ന്. രണ്ടെന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഇവിടുന്ന് ഒരാള് ചൈനീസ് അക്കാഡമി ഓഫ് സയൻസസിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താ പറയാ ഓക്സ്ഫോർഡ് എവിടെയെങ്കിലും നമ്മുടെ ഇവിടുന്ന് ഒരു കുട്ടി അവിടെ എക്സ്ചേഞ്ച് പ്രോഗ്രാമിന് പോകുന്നു. അവിടെ അദ്ദേഹം അവിടെ പോയിരിക്കുന്ന എന്താ വെച്ചാൽ സപ്പോസ് അവിടെ ഒരു മ്യൂസിയം ഉണ്ട്, ഇവിടെ നമ്മുടെ മ്യൂസിയം ഇതുമായി ബന്ധപ്പെട്ട ഒരു വർക്കാണ് അദ്ദേഹം ചെയ്യുന്നത്, PhD ചെയ്യുന്നു എന്ന് കരുതുക. അപ്പൊ അവിടെ ചെന്നാൽ ഇവിടുത്തെ ഒരു ഫങ്ഷനിങ് സ്റ്റൈൽ ആയിരിക്കില്ല അവിടുത്തെ മ്യൂസിയം. അവിടെ എന്തൊക്കെയാണ് ഒരു കമ്പാരിസൺ ആയിരിക്കാം മിക്കവാറും അദ്ദേഹത്തിന്റെ ഒരു സ്റ്റഡി എന്ന് വെച്ചോളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പോലെ തന്നെ ഒരു ഗൈഡൻസ് ആ വിദ്യാർത്ഥിക്ക് അവിടെയും ആവശ്യമുണ്ട്. അപ്പം ഇതേപോലെ തന്നെ ഒരു ക്രൂഷ്യലായ ഒരു സ്റ്റേജാണ്, റിസർച്ചിന്റെ സ്റ്റേജാണ് അവിടെയും ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ അവിടെ ഒരു ഗൈഡിനെ നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള പല ഫണ്ടിങ്ങുകളും ഉണ്ട്. പക്ഷെ അതിന് ചിലപ്പോ നമ്മള് ആ പ്രസ്തുത യൂണിവേഴ്സിറ്റി ആയിട്ട് MOU ധാരണാപത്രത്തിൽ ഏർപ്പെടേണ്ടി വരും, അല്ലെ? എന്തിനാ ധാരണാപത്രത്തിലൊക്കെ ഏർപ്പെടേണ്ടി വരാം? ഇതിന്ന് നിങ്ങൾ പബ്ലിഷ് ചെയ്യും അല്ലേ? പബ്ലിഷ് ചെയ്യുമ്പോ രണ്ടു പേർക്കും അല്ലെ, അവരും വർക്ക് ചെയ്യുന്നുണ്ട്, ഈ യൂണിവേഴ്സിറ്റിയും വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ, അവരുടെയൊക്കെ പേരുകൾ നമ്മൾ ഉറപ്പാക്കണം. അവർ നമുക്ക് എന്താ ഫണ്ടിങ് തരുന്നതാണ്. അപ്പൊ ആ രീതിയിലുള്ള ഡിസ്പ്യൂട്ടുകളൊന്നും ഭാവിയിൽ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ, അതൊരു IPR ഇതുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ നമ്മുടെ വർക്കുകളൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഡിസ്പ്യൂട്ടുകളിലേക്കൊന്നും എത്തപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് MOU ചെയ്യുന്നത്. അപ്പം പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ റെഗുലേഷൻ അത് അനുവദിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം അങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്കും നമ്മൾ അയക്കേണ്ടത്. എനിക്കിത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ആരും ഒന്നും മിണ്ടുന്നില്ല. ജിനു സുഹൃത്തുക്കളെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, ഫൈൻ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്, കഴിയാൻ നിൽക്കണ്ട. എനിക്ക് എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ നിങ്ങൾക്ക് ഞാനത് പറഞ്ഞുതരാം. അപ്പൊ നമ്മള് രണ്ട് രീതി ഗ്രാൻസ് ഫെലോഷിപ്പ് അങ്ങനെ കേട്ടിട്ടുണ്ട് അല്ലെ? ഒരു ജനറൽ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ആദ്യം തന്നെ ഞാൻ വലിയൊരു മാപ്പ് ചോദിക്കുന്നുണ്ട്. കാരണം എനിക്കിത് മലയാളത്തിലേക്ക് ആക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. തീർച്ചയായും ഇത് മലയാളത്തിലാക്കിയിട്ട് ഞാൻ ജിനുവിന്റെ കയ്യിൽ കൊടുക്കുന്നതാകാം. നിങ്ങൾക്ക് ഇതെല്ലാത്തിന്റെയും മിക്ക ഫണ്ടിങ് ഏജൻസിയുടെ ലിങ്ക് ഉൾപ്പെടെ ഉണ്ട്. അപ്പൊ ജിനു അത് സർക്കുലേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഗ്രാൻഡുകള് ഫെലോഷിപ്പുകള് കുറിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ എന്താണ് ബേസിക്കലി ഗ്രാൻഡ് ഫെലോഷിപ്പും തമ്മിലുള്ള വ്യത്യാസം? അത് ജനറൽ ആണ്, പക്ഷെ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറിച്ചിലൊക്കെ ഉണ്ടാവും. പക്ഷെ ജനറൽ ഐഡിയയിൽ ഗ്രാൻഡ് എന്ന് പറയുന്നത് ഒരു വലിയ തുകയായിരിക്കും. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എന്താ പറയാ അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പം യുനെസ്കോയ്ക്ക് വലിയൊരു ഗ്രാൻഡ് ഈ മ്യൂസിയോളജി ഒക്കെ ബന്ധപ്പെട്ട് അത് നമ്മൾ താഴെ ഡിസ്കസ് ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് എന്താ പറയാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അത് സബ്മിറ്റ് ചെയ്യേണ്ടത്. അത് PhD ഗവേഷകൻ അല്ലെങ്കിൽ ഗവേഷകർക്ക് അത് തനിയെ ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു വലിയ എമൗണ്ട് ആയിരിക്കും, ലോങ് ടേം പ്രോജക്റ്റ് ആയിരിക്കും, ചിലപ്പോൾ 5 വർഷം കൊണ്ടൊന്നും നിൽക്കില്ല. പക്ഷെ ആ ഒരു പ്രോജക്റ്റ് ഏറ്റെടുക്കുമ്പോൾ അതിൽ PhD ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മിക്ക ഗ്രാൻഡുകളും. എക്സെപ്ഷൻസ് ഉണ്ട്, ഞാൻ പറയാണ്, ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പറയുന്നത്. പിന്നെ ആ ഫണ്ട് വരുന്നത് എങ്ങോട്ടാണ്? ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ടാണ് വരുന്നത്, ഗവേഷകരുടെ കയ്യിലേക്കല്ല വരിക. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, പിന്നെ എന്താ പറയാ റിസർച്ചിനുള്ള ആൾക്കാരെ എത്ര പേരുണ്ട് അതിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗ്രാന്റിന് ഓവർ ഹെഡ് ചാർജസ് ഒക്കെ വരും. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പൊ നമ്മളൊരു ഗ്രാന്റ് ഇവിടെ എടുക്കുമ്പോൾ, നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ എടുക്കുമ്പോൾ അതിനൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഹെഡ് കിട്ടും, യൂണിവേഴ്സിറ്റിക്ക് ഒരു കുറച്ച് പൈസ കിട്ടും. അതായത് നമ്മുടെ ഫയലുകള്, നമ്മുടെ പിന്നെ എന്താ പറയാ നമ്മുടെ പ്രവർത്തനങ്ങൾ നടത്താനുള്ള സ്ഥലം, സൗകര്യം, അതുപോലെ തന്നെ നമ്മുടെ ഫണ്ടൊക്കെ കൈകാര്യം ചെയ്യുന്ന ഫിനാൻസ് വകുപ്പാണ്. അങ്ങനെ കുറച്ച് മാൻ പവർ ഒക്കെ ഇൻക്ലൂഡഡ് ആണ് അല്ലെ? അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ചാർജ് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ചാർജ് എന്ന നിലയിൽ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇഷ്ടംപോലെ റിസർച്ച് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ തനത് ഫണ്ട് കൂട്ടാനുള്ള ഒരു കാര്യം കൂടെയാണ്. ഈ പ്രാഥമികമായും അക്കാദമിക സാഹചര്യം എന്ന് വെച്ചാൽ അക്കാദമിക രംഗത്ത് കൂടുതൽ പബ്ലിക്കേഷൻസ് ഒക്കെ വരും, അത് മെയിൻ ഇത്. അതുപോലെ തന്നെ തനത് ഫണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള
പിന്നെ ഓവർഹെഡ് ചാർജസ് ഒക്കെ ഓരോ ഗ്രാൻഡിൽ നിന്ന് കിട്ടുമ്പോൾ നമുക്ക് പൈസ ഉണ്ടാവും. അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് എന്താ പറയാ നമ്മളെ ഇപ്പൊ ഓഡിറ്റിങ്ങിനൊക്കെ വിധേയമായിട്ട് ഉള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന ഗ്രാന്റ് വലിയ എമൗണ്ട് ആണ് ഞാൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായി നമ്മൾ അവരെ റിപ്പോർട്ട് ചെയ്യുകയും നമ്മൾ ഇവിടുന്ന് ഓഡിറ്റ് ചെയ്യുകയും അവർ അവിടുന്ന് ഓഡിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യും. ഫിനാൻസ് അതുപോലെ തന്നെ അക്കാഡമിക് ഓഡിറ്റും ഉണ്ടാവും. കാരണം നമ്മൾ ഇത്രയും കഴിഞ്ഞിട്ട് എത്ര പബ്ലിക്കേഷൻ ഉണ്ടായി, എത്ര റിപ്പോർട്ട് ഉണ്ടായി, അങ്ങനെയുള്ള കാര്യങ്ങളിൽ അപ്പൊ അക്കാഡമിക് റിപ്പോർട്ട്, ഫിനാൻസ് റിപ്പോർട്ടിംഗ് ഒക്കെ വളരെ കൃത്യമായി നടക്കുന്നതാണ് ഗ്രാന്റുകൾ എന്ന് പറയുന്നത്. അടുത്ത ഫെലോഷിപ്പ് ആണ്. ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് വ്യത്യാസം ഉണ്ടോ? സബ്മിറ്റഡ് ബൈ ഇൻഡിവിജ്വൽ. നിങ്ങൾ ഒരു ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്യുന്നു, അത് ആരാണ്? അതായത് അത് നിങ്ങളുടെ PhD ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ആവശ്യത്തിനാണെങ്കിൽ ആ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ അതിന്റെ എല്ലാ കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യും. മറ്റേതിനാരായിരുന്നു? ഗൈഡ് അല്ലെങ്കിൽ എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻചാർജ് ആരെങ്കിലും ആയിരിക്കും. പക്ഷെ ഇത് സംബന്ധിച്ച് ഫെലോഷിപ്പുകളെ സംബന്ധിച്ച് അത് നിങ്ങൾ തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. മേ ബി അതിലൊരു ഫോർവേഡിങ് കൗണ്ടർ ഇതൊക്കെ ചിലപ്പോൾ ഗൈഡ് ചെയ്യേണ്ടി വരും. പക്ഷെ എന്നിരുന്നാലും അതിന്റെ പ്രപ്പോസൽ ഫുൾ സബ്മിറ്റ് ചെയ്യേണ്ടതിന്റെ ഒരു ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. ഫണ്ടഡ് ടു ദ ഇൻഡിവിജ്വൽ, അത് ഡിപ്പെൻസ്. ചില ഫോറിൻ ഫണ്ടൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അക്കൗണ്ടിലേക്കാണ് വരിക. പക്ഷെ ഇപ്പൊ മിക്കതും മാറ്റിയിട്ടുണ്ട്. അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും UNEP ലീഡർഷിപ്പ് പ്രോഗ്രാം എന്നൊക്കെ പറയും. നിങ്ങൾക്കെല്ലാം അപ്ലൈ ചെയ്യാവുന്ന ചെറിയൊരു പ്രോഗ്രാമാണ്. 1 വർഷത്തേക്കുള്ള ഒരു ഫണ്ടാണത്. അപ്പൊ അതൊക്കെ ഞങ്ങളുടെയൊക്കെ ഡയറക്റ്റ് ഇതിലേക്കായിരുന്നു വന്നിരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ രാജ്യത്തുള്ള ഫണ്ടുകൾ മിക്കതും, അതായത് ഇതുപോലെ ഫെലോഷിപ്പുകളെല്ലാം തന്നെയും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് ഇപ്പോൾ വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിന് ഓവർഹെഡ്, അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ചാർജ് അങ്ങനെയൊന്നും കിട്ടൂല. നമുക്ക് ആ ഫെലോഷിപ്പിന് വേണ്ട, അല്ലെങ്കിൽ മാസം തോറും കിട്ടേണ്ട പൈസയും അതിന്റെ കണ്ടീജൻസി അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഈ ഫെലോഷിപ്പിൽ അടങ്ങിയിട്ടുണ്ടാവുള്ളൂ. പിന്നെ നോ മോണിറ്ററിംഗ് ഓഫ് എക്സ്പെൻഡിച്ചേഴ്സ്, അതായത് നിങ്ങൾക്ക് എല്ലാം കണ്ടീജൻസി ഇന്റേണൽ ഫണ്ട് വാങ്ങുവാണെങ്കിലും അല്ലെ, യൂണിവേഴ്സിറ്റി ഫണ്ട് വാങ്ങുവാണെങ്കിലും കണ്ടീജൻസിക്ക് വർഷം തോറും ഒരു പൈസയൊക്കെ തരും അല്ലെ. അതിങ്ങനെ ഓഡിറ്റിങ്ങിനൊക്കെ പോയി അങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് സിസ്റ്റത്തിലൂടെ കടന്നു പോവുകയില്ല. അത് വളരെ ലിബറൽ ആണ് എന്നാണ് അർത്ഥമാക്കുന്നത്. പിന്നെ ലെറ്റർ ഓഫ്, അത് ഒബിയസ്ലി. അപ്പം ഈ ഗ്രാന്റ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ വലിയൊരു തുകയാണ്. അതെന്ന് പറയുന്ന ലോങ് ടേം ആണ്, കുറെ വർഷങ്ങൾ നിൽക്കുന്ന, 3 കൂടുതൽ. അതുപോലെ തന്നെ വലിയ തുക ആയതുകൊണ്ട് തന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള എന്താ പറയാ മോണിറ്ററിംഗ് പ്രോഗ്രാമിലൂടെ ഒക്കെ തന്നെ അത് പോകുള്ളൂ. അത് PAയുടെ പേരിലാണ്, അല്ലെങ്കിൽ ഗൈഡ് എന്താ പറയാ അവരുടെ പേരിലാണ് വരിക. ഫെലോഷിപ്പുകൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എന്താ പറയാ ഉത്തരവാദിത്തമായി മാറുന്നു. നിങ്ങളാണ് അതിന്റെ എല്ലാ പ്രോസസ്സും ഒക്കെ ചെയ്യേണ്ടത്. അടുത്തതിലോട്ട് കടക്കാം അല്ലെ. ഈ പറയുന്ന നാഷണൽ, നമ്മളെ പ്രധാനമായിട്ടും ഇങ്ങനെ നാഷണൽ, ഇന്റർനാഷണൽ ആൻഡ് സ്റ്റേറ്റ് എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. ഇതിൽ ആ മഞ്ഞ 3 കാണുന്നത് ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താ പറയാ CSIR, DBT അല്ലെ, പിന്നെ പ്രൈം മിനിസ്റ്റർ സ്കീം, ഇതൊക്കെ സയൻസുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കുന്നില്ല. സയൻസിലുള്ളവരുണ്ട് എന്നറിയാം, അവര് ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ ഡിസ്കസ് ചെയ്യും, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം. ഇനി അടുത്ത UGC നെറ്റ്, അത് ഞാൻ പറയുന്നില്ല, കാരണം മാനവിക വിഷയങ്ങളുമായി സംബന്ധിച്ച് UGC നടത്തുന്ന നെറ്റ് എക്സാം ആണ്. എല്ലാവരും അപ്പിയർ ചെയ്യുന്നുണ്ടോന്നൊക്കെ അറിയാം അല്ലെ. അപ്പൊ അത് കിട്ടട്ടെ, എല്ലാവരും അപ്പിയർ ചെയ്യുന്നുണ്ടോ? അപ്പിയർ ചെയ്യാം, എല്ലാവരും ചെയ്യണമെന്ന് തന്നെ പറയുകയാണ്. കൃത്യമായി എന്താ പറയാ അതിന് വേണ്ടിയിട്ട് കോച്ചിങ് ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ അപ്പിയർ ചെയ്യാം. പിന്നെ അടുത്തത് ICSSR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച്. ICSSRനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? കേട്ടിട്ടുണ്ടാവോ? സോഷ്യൽ സയൻസ് റിസർച്ചിലെ എന്താ പറയാ നാഷണൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു അതികായകനാണെന്നൊക്കെ പറയാം ഫണ്ടിങ്ങിന്റെ കാര്യത്തില്. കാരണം ദേശീയ തലത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫണ്ടിങ് കൊടുക്കുന്ന, നമ്മുടെ സോഷ്യൽ സയൻസ് റിസർച്ചുമായി ബന്ധപ്പെട്ട് ഫണ്ടിങ് കൊടുക്കുന്ന ഒരു ഇതാണ്. അപ്പോ അതിലെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ടൈപ്പ് ഫണ്ടിങ് ആണ് ഉള്ളത്. നമ്മൾ PhDക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുൾ ടേം ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട്, എനിക്ക് തോന്നുന്നു ഇത്തവണ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചലച്ചിത്ര പഠനത്തിൽ ആര്യക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, നമുക്കെല്ലാം ഓരോ എന്താ പറയാ എല്ലാവരും ട്രൈ ചെയ്യുക, എല്ലാം ട്രൈ ചെയ്യുക. ഇതിൽ നിന്ന് ഞാൻ ചെയ്യേണ്ട എന്നുള്ളൊരു നെഗറ്റീവ് ഇത് മാറിയിട്ട് എല്ലാത്തിലും നമ്മൾ പ്രപ്പോസൽ അയക്കുക. കാരണം ഈ പ്രപ്പോസൽ എഴുതി അല്ലെങ്കിൽ ഓരോ ഫണ്ടിങ് ഏജൻസിക്കും അനുയോജ്യമായ രീതിയിലുള്ള
പ്രപ്പോസലുകൾ തിരിച്ചും മറിച്ചും മാറ്റിയും ഒക്കെ എഴുതുമ്പോൾ തന്നെ ആ ഒരു എന്താ പറയാ ഒരു ആർട്ട് ഓഫ് എന്താ പറയാ ഫണ്ടിങ് ഏജൻസിയുടെ ഇതിനനുസരിച്ച് നമ്മൾ എഴുതാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് ഉണ്ടാകും. അത് തന്നെ വലിയൊരു കഴിവാണ്. അപ്പോ ഈ ICSRന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 രീതിയിലുള്ള ഫണ്ടിങ്, ഞാൻ വളരെ കോമൺ ആയിട്ടുള്ള ഫണ്ടിങ് ഏജൻസികൾക്കൊന്നും ലിങ്ക് കൊടുത്തിട്ടില്ല, ബാക്കി ഉള്ളതെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം ICSR എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഞാനത് എന്റെ ലിങ്ക് കൊടുക്കാഞ്ഞതാണ്. അപ്പം മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ കീഴിലാണ് ഈ ICSR ഉള്ളത്. ഇപ്പൊ 2 ടൈപ്പാണ് ഞാൻ പറഞ്ഞത്, ഫുൾ ടേം ആൻഡ് ഷോർട്ട് ടേം. ഫുൾ ടേം എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ എനിക്ക് തോന്നുന്നു പിന്നെ 2 years നമുക്ക് 20,000 പിന്നെ എന്താ പറയാ 2 years മാത്രമേ ഉള്ളൂ 20,000 ആൻഡ് പെർ ആനം എത്രയാ വർഷത്തിൽ 20,000 രൂപ വെച്ചിട്ടാണ് കണ്ടിജൻസി നമുക്ക് കിട്ടുക. അപ്പൊ 2 വർഷത്തിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ പഠനമൊക്കെ എന്താ പറയാ തീർക്കാൻ പറ്റുമെന്നറിയില്ല, തീരാൻ പറ്റൂല. എന്നിരുന്നാലും നിങ്ങൾക്ക് വേണ്ട ദത്തശേഖരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമാക്കി ഫീൽഡൊക്കെ കഴിഞ്ഞ് ഇനി എഴുതാതിരിക്കാവുന്നൊരു സ്റ്റേജിലെങ്കിലും ആക്കണം. അപ്പൊ ആ രീതിയിൽ നമ്മൾ 2 വർഷത്തെ സപ്പോർട്ടാണ് ഇവര് നൽകുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു 10-26 പിന്നെ സോഷ്യൽ സയൻസ് റിലേറ്റഡ്, ഈവൻ എൻവയോൺമെന്റ്, ഡെവലപ്മെന്റ്, പിന്നെ മീഡിയ, അങ്ങനെയുള്ള ഒരു 26 ഏരിയകൾ അവർ 26 27 എനിക്ക് ഓർമ്മയില്ല കൃത്യമായിട്ട്, ഏകദേശം അറൗണ്ട് അത്രയും വരുന്നുണ്ട് ഏരിയകൾ അവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രപ്പോസലുകളാണ് അവർ സ്വീകരിക്കുക. അതൊരു ഫോർമാറ്റ് ഉണ്ട്. അപ്പൊ ആരെങ്കിലും ഇതില് എഴുതാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് തീർച്ചയായും ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ എന്റെ പ്രപ്പോസൽ ഫോർമാറ്റ് ഒക്കെ കഴിച്ചാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ കോംപ്ലിക്കേറ്റഡ് ഇൻ ദ സെൻസ് നിങ്ങൾ ഇപ്പൊ എത്തിയിരിക്കുന്ന സ്റ്റേജിൽ എനിക്ക് എത്രത്തോളം ആൾക്കാര് അവരുടെ പിന്നെ പഠന എന്താണ് രൂപരേഖ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. മിക്കവാറും ഇപ്പൊ ഒരു ഡിസ്കസ് സ്റ്റേജിലാണോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പൊ മേ ബി കുറച്ചുകൂടെ കഴിഞ്ഞാണെങ്കിൽ നമുക്ക് ഇരുന്ന് ഇന്നതാണ് ടൈറ്റിൽ, ഇന്നതാണ് ഒബ്ജക്റ്റീവ്, ഇന്നതാണ് മെത്തഡോളജി എന്ന് ക്ലാരിറ്റി കഴിഞ്ഞാൽ നമുക്ക് പ്രപ്പോസൽ ഫോർമാറ്റിലേക്ക് പോകാൻ എളുപ്പമാണ്. അപ്പൊ ആ ഒരു സ്റ്റേജിലേക്ക് എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ എത്തുക എന്ന് കരുതുന്നു. അപ്പൊ എന്തായാലും ഈ ഫുൾ ടൈം എന്ന് പറയുന്നത് തരും. പക്ഷെ ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ, ഷോർട്ട് ടേം എന്തിനാണ് അവര് ഡോക്ടറൽ ഫെലോഷിപ്പ് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമുക്കൊരു ഏതെങ്കിലും ഒരു ഫണ്ട് കിട്ടിയിരുന്നു, ഇപ്പൊ നമ്മുടെ പിന്നെ എന്താ പറയാ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കിട്ടിയിരുന്നു, പക്ഷെ അത് ഇത്ര വർഷം കഴിഞ്ഞ വരെ ഉള്ളൂ, ലിമിറ്റ് ഉണ്ട്. പക്ഷെ എന്റെ എഴുത്ത് പരിപാടി കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ എന്താ പറയാ കുറച്ചും കൂടെ വർക്ക് ചെയ്യാനുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് ഒരു നമ്മൾ പറയില്ലേ ടോപ്പ് അപ്പ് ചെയ്യാന്ന് പറയില്ലേ, ആ ഒരു സമയത്തേക്ക് എനിക്ക് പൈസ എടുക്കാൻ ആ സമയത്ത് എനിക്ക് പൈസ ആവശ്യമുണ്ട് അല്ലെ, എനിക്ക് ലൈബ്രറി ഉപയോഗിക്കണം, എനിക്ക് ചിലപ്പോ പ്രിന്റ് എടുക്കേണ്ടി വരും, പിന്നെ റിസർച്ചിൻ്റെതായ പല ഘടകങ്ങളും ആ സമയത്ത് എനിക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ ആ സമയത്തേക്ക് അവരൊരു 6 months മാക്സിമം 6 months നമുക്ക് ഇതേപോലെ മാസത്തിൽ 20,000 രൂപ വെച്ചിട്ട് അവർ തരും. ഇതാണ് ഷോർട്ട് ടേം ഡോക്ടർ ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം ഷോർട്ട് ടേം ഫെലോഷിപ്പ് വാങ്ങുന്ന ഒരാള് ആ 6 മാസം കഴിഞ്ഞിട്ടേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, PhD തീസിസ് വെക്കാൻ പറ്റുള്ളൂ എന്ന് അവര് കൃത്യമായിട്ട് അതില് പറയുന്നുണ്ട്. മനസ്സിലായോ? അത് ഒരു ക്ലോസ് ആണ്. കാരണം വെച്ചാൽ നമ്മൾ ഈ ലാസ്റ്റ് മിനിറ്റ്സിൽ നമുക്ക് വേണ്ടത്ര കാര്യങ്ങൾ ചെയ്യാനുള്ള പൈസയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഇത് അപേക്ഷിക്കുന്നത്. അത് പൂർണ്ണമായും ഉപയോഗിച്ച് അതിനുള്ള വർക്കും ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ PhD തീസിസ് സബ്മിറ്റ് ചെയ്യാവുള്ളൂ എന്ന് അതിൽ കൃത്യമായി പറയുന്നുണ്ട്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തെന്ന് പറഞ്ഞാല് ICHR ഹിസ്റ്ററിക്കാരൊക്കെ ഇതിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അവർ ഇതിനെ കുറിച്ചൊക്കെ വളരെയധികം കേട്ടിട്ടുള്ളവരാണ് എന്ന് എനിക്കറിയാം. ICHR എന്ന് പറയുമ്പോൾ അവര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 17,600 രൂപ പെർ മന്ത് വെച്ചിട്ടാണ് അവര് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ കണ്ടിജൻസി എനിക്ക് തോന്നുന്നു ഏകദേശം 16,500 രൂപ വെച്ചിട്ട് തന്നെയാണ് ഒരു വർഷത്തേക്കുള്ള കണ്ടിജൻസി അതർ എക്സ്പെൻസസ് കൊടുക്കുക. അത് വർഷത്തിലാണ്. പ്രതിമാസം അവർക്ക് കിട്ടുന്നത് 17,600 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായ പ്രപ്പോസലുകൾ. അതായത് നമ്മൾ എപ്പോഴും ഒരു പ്രപ്പോസൽ ഒരു സൈറ്റിൽ കയറിയിട്ട് നമ്മൾ നേരെ നോക്കേണ്ട വെച്ചാൽ ആർക്കൈവ്സിലേക്ക് പോവുക. കഴിഞ്ഞ ഒരു 3-4 വർഷത്തേക്ക് എങ്ങനെയുള്ള ടൈറ്റിലുകൾ കിട്ടും നമുക്ക് അവര് അവാർഡ് ചെയ്ത്. അപ്പൊ എങ്ങനെയുള്ള സ്റ്റഡികളാണ് അവര് ഫോക്കസ് ചെയ്തിരിക്കുന്നത്, ഒരു എന്താ പറയാ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഒരു ഫണ്ടിങ് ഏജൻസി സൈറ്റിൽ പോയാൽ നമ്മൾ നേരെ ആർക്കൈവ്സിൽ പോയിട്ട് കഴിഞ്ഞ ഒരു ട്രെൻഡ് അറിയാൻ വേണ്ടിയിട്ട് ഒരു 3-4 വർഷം
എങ്ങനെയാണ് ഫണ്ടിങ് അവർ കൊടുത്തത് എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഇനി പറയുമ്പോൾ രണ്ടെണ്ണം, അതായത് സാവിത്രിബായ് ജ്യോതിറാവ് ഫുലെ സിംഗിൾ ഗേൾ ചൈൽഡ് അല്ലെ, സിംഗിൾ ഗേൾ ചൈൽഡിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് UGC എന്താ പറയാ രണ്ട് പിന്നെ ഇതാണ്, ഒന്ന് സ്വാമി വിവേകാനന്ദ സിംഗിൾ ഗേൾ ചൈൽഡ്, ഒന്നുണ്ട് ജ്യോതിറാവ് ഫുലെ സിംഗിൾ ഗേൾ ചൈൽഡിന് വേണ്ടി. അങ്ങനെ രണ്ട് സ്കീമാണ് UGC കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇവിടെ ജോയിൻ ചെയ്ത ആരെങ്കിലും അതിൽ പെടുമോന്ന് എനിക്കറിയില്ല. ഉള്ളവരുണ്ടെങ്കിൽ തീർച്ചയായും എന്താ പറയാ നോക്കൂ, ഈ സാവിത്രിബായ് ജ്യോതിറാവ് ഫുലെ സിംഗിൾ ചൈൽഡ് എന്ന് പറയുന്നത് PGക്കും PhDക്കും ഉണ്ട്. അപ്പൊ ഇപ്പൊ PG ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടെ അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത് രണ്ടും അതില് പിന്നെ ആദ്യത്തെ നമ്മൾ എഡ്യൂക്കേഷൻ എല്ലാം തന്നെ നമുക്ക് കവർ ചെയ്യുന്നുണ്ട്. പക്ഷെ പിന്നെ സ്വാമി വിവേകാനന്ദ സിംഗിൾ ചൈൽഡിലും സോഷ്യൽ സയൻസ് എന്ന് പറയുന്നെങ്കിലും ഞാൻ കുറച്ച് അതിന്റെ ബാക്കിലോട്ട് നോക്കുമ്പോൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾക്കാണ് അവർക്കൊരു പ്രയോറിറ്റി കൊടുക്കുന്നത്. എപ്പോഴും നമ്മൾ ഈ ഫണ്ടിങ് കൊടുത്ത ആ ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പൊ എന്തായാലും നമുക്കെല്ലാം മീൻസ് സിംഗിൾ ചൈൽഡ് ഉണ്ട്, ഗേൾസ് സിംഗിൾ ചൈൽഡ് ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് രണ്ടും കാരണം അത്ര കോമ്പറ്റീറ്റീവ് ആയിരിക്കില്ല ഈ രണ്ടെണ്ണം മറ്റതുപോലെ. അപ്പൊ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും അപ്ലൈ ചെയ്യണം, കിട്ടാനുള്ള സാധ്യത ഉണ്ട്, അതുകൊണ്ട് അത് ചെയ്യണം. പിന്നെ നാഷണൽ ഫെലോഷിപ്പ് അല്ലെ, NFSC അല്ലെ, അതെല്ലാവർക്കും അറിയാം. അതിനും ഒരു ഫോർമാറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. 5 years ആണ് സപ്പോർട്ട്. അറൌണ്ട് നമുക്ക് 31,000 രൂപയാണ് നമുക്ക് എനിക്കൊന്ന് ഫസ്റ്റ് 2 years 31,000 കിട്ടുന്നു. പിന്നെ 35,000 ആണെന്ന് തോന്നുന്നു വരുന്നത്. പിന്നെ വരുന്നത് മൗലാന ആസാദ്, അതും ഇതുപോലെ തന്നെയാണ്. മൈനോറിറ്റി മിനിസ്റ്റർ ഓഫ് മൈനോറിറ്റി അഫയേഴ്സിലാണ്. അതും 5 വർഷമാണ് നമുക്ക് ഫണ്ടിങ്. അത് 25 ഫസ്റ്റ് 2 years, പിന്നെ 28,000 ആണ് ഫെലോഷിപ്പ്. പിന്നെ അത് SRF ലെവലിലേക്ക് വരുമ്പോൾ പിന്നെ കൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ NCERT അല്ലെ, NCERT ഒക്കെ അറിയാൻ തോന്നുന്നു, അതിന്റെയൊക്കെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. NCERT എന്ന് പറയുമ്പോൾ ഈ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും, ഇപ്പൊ എനിക്കൊന്ന് ലിംഗ്വിസ്റ്റിക്സ് ഒക്കെ നമുക്ക് ഇവിടെ ഉണ്ട്, എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു ചാൻസ് ആണ് NCERT ഡോക്ടർ ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. അതും കോമ്പറ്റീഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ മറ്റേ ICSRഉം ഹിസ്റ്ററി കൗൺസിലൊക്കെ പോകുന്ന പോലെ അത്രയൊരു ടൈറ്റ് അവിടെ വരാൻ സാധ്യതയില്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ അത് എഴുതണം. അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു മെമ്മോറിയൽ ഫണ്ട്, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ എനിക്ക് അതിന്റെ ആർക്കീവ്സ് എടുക്കാൻ പറ്റുന്നില്ല. നമ്മള് ഇതിനു മുമ്പ് എന്തൊക്കെയാണ് അവർ കൊടുത്തത് എന്ന് കാണാൻ പറ്റുന്നില്ല ശരിക്കും. എനിക്ക് തോന്നുന്നു നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ കുറച്ചുപേര് ഇതിന് അപ്ലൈ ചെയ്തിട്ടുമുണ്ട്. നമ്മൾ ആർക്കൈവ്സ് എടുക്കുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പൊ എന്തായാലും അതിന്റെ ഒരു എന്താ പറയാ അട്രാക്റ്റീവ് എന്ന് പറഞ്ഞാൽ അവര് പെർ മന്ത് 1 lakh ആണ് കൊടുക്കുന്നത്. ഇത്രയും വലിയൊരു തുകയാണ് കൊടുക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ എന്താ പറയാ എത്ര പേർക്ക് കൊടുത്തു അവർ, ഇത് അങ്ങനെയുള്ള കണക്കൊന്നും അതിൽ കാണുന്നില്ല. എന്തായാലും അത് ജവഹർലാൽ നെഹ്റു മെമ്മോറിയൽ ഫണ്ടിന്റെ കീഴിലുള്ള ഒരു എന്താ പറയാ ഈ പറയുന്ന എല്ലാ ഇന്ത്യൻ ഹിസ്റ്ററി ആയിക്കോട്ടെ, സോഷ്യോളജി, ഇക്കണോമിക്സ്, കമ്പാരിറ്റീവ് സ്റ്റഡി, ഇക്കോളജി, എൻവയോൺമെന്റ് എല്ലാം തന്നെ അവർ കവർ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ സർവകലാശാലയിലുള്ള എല്ലാവർക്കും ശരിക്കും പറഞ്ഞ ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഗവേഷക വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷെ ടീച്ചർക്ക് ഒരു ട്രെൻഡ് പറയാൻ സാധിക്കുന്നില്ല. ഏത് തരത്തിലുള്ള പഠനം ഇവരെല്ലാം ഈ മേഖല പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഇതുവരെ കൊടുത്ത പ്രോജക്റ്റുകൾ നോക്കുമ്പോഴാണ് നമുക്കൊരു ഐഡിയ കൂടുതൽ കിട്ടുന്നത്. എന്നിരുന്നാലും നിങ്ങൾ ഇതിന്റെയൊക്കെ ഒരു ഫോർമാറ്റ് നോക്കി ഒരു ഫോർമാറ്റ് എടുത്ത്, പ്രപ്പോസൽ ഫോർമാറ്റ് എടുത്ത് ഒരെണ്ണം ചെയ്ത് പഠിക്കുക. തീർച്ചയായും നമ്മളെല്ലാവരും അവിടെ ഉണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. എസ്പെഷ്യലി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികളൊക്കെ അത് ചെയ്തതാണ്. നമുക്ക് അവരോടൊക്കെ ആയിട്ട് ഇരുന്നിട്ട് അത് എങ്ങനെയാണ് ഒരു പ്രപ്പോസൽ നമ്മൾ എഴുതേണ്ടതെന്നുള്ള ഒരു ഡിസ്കഷൻ വന്നൊന്ന് എഴുതി പഠിക്കുക. അങ്ങനെ ഓരോ ഏജൻസിക്കും ഓരോ ഫോർമാറ്റാണ്. ഒരു 2-3 ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടും. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയുക ഒരു വർക്ക്ഷോപ്പ് പോലെ ഒക്കെ ചെയ്താൽ, ജിനുവിനോടും നിങ്ങളുടെ യൂണിയൻ എല്ലാവരോടും പറയുകയാണ്, അങ്ങനെ ഒരു വർക്ക്ഷോപ്പ് നമ്മൾ നടത്തിയാൽ വളരെ നല്ലതായിരിക്കും. പിന്നെ ഇനി പറയാൻ പോകുന്ന 2 എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു ഇന്റർനാഷണൽ ആണോ എന്ന് ചോദിച്ചാൽ അവർ ബേസ്ഡ് ഇൻ ഏഷ്യ ആണ്. ആഗാ ഖാൻ ഫൗണ്ടേഷൻ എന്ന് പറയും. ഇവര് ഫണ്ടിങ് കൊടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ഫണ്ട് തരും. അതില് ഇപ്പൊ നമുക്ക് ഒരു എന്താ പറയാ
ഒരു പകുതിയോളം അവർ നമുക്ക് തരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് സപ്പോസ് അവർ ഫണ്ട് തരുന്നത് 1 lakh ആണെങ്കിൽ 50,000 രൂപ അവര് നമുക്ക് എന്തായിട്ട് ഫണ്ടായിട്ട് തരും. പിന്നെ പറയുന്ന 50,000 രൂപയുണ്ടല്ലോ അത് ലോൺ ആയിട്ടാണ് തരിക ആഗ ഖാൻ ഫൗണ്ടേഷൻ. അതായത് അവർ ഉദ്ദേശിക്കുന്നത് ഈ മൊത്തം ആഗ ഖാൻ നൽകുന്നത് ഫൗണ്ടേഷൻ നൽകുന്നത് 2 വർഷത്തേക്കുള്ള ഫണ്ടിങ് ആണ്. അപ്പൊ ആദ്യത്തെ 1 വർഷം നമുക്ക് അവര് നന്നായിട്ട് അവർ സപ്പോർട്ട് ചെയ്യുന്നു. ആ 1 വർഷത്തിനിടയ്ക്ക് നമ്മൾ ഒന്നെങ്കിൽ ഏതെങ്കിലും നല്ല രീതിയിലുള്ള ഒരു ഫണ്ടിങ് കണ്ടെത്തുക, അല്ലെങ്കിൽ UGC നെറ്റ് പോലുള്ള സാധനങ്ങൾ അത് നമ്മൾ അതൊക്കെ ക്ലിയർ ചെയ്ത് നല്ല ഫണ്ടിങ് തേടി പിടിക്കാനുള്ള ഒരു സമയം ആ ആദ്യത്തെ 1 വർഷം അവർ സപ്പോർട്ട് ചെയ്യും. പിന്നെ അടുത്ത 1 വർഷം നമ്മൾ ഫെയിൽ ആയാൽ നമുക്കൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ തരും, പക്ഷെ നമ്മളത് റീപേ ചെയ്യണം, ലോൺ ആയിട്ടാണ് അവര് തരുന്നത്. പിന്നെ ഭാഷാ ലാബ് ലാംഗ്വേജ് PhD ഫെലോഷിപ്പ്, ഇത് സത്യത്തിൽ എനിക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് അങ്ങോട്ട് കിട്ടുന്നില്ല, ഞാൻ അതിന്റെ ലിങ്ക് വെച്ച് നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഒബ്വിയസ്ലി അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ 10,000 rupees പെർ മന്ത് വെച്ചിട്ടാണ് അവർ നൽകുന്നത്. ഇത് ഒരു ഒരു ഗവൺമെന്റ് ഏജൻസി അല്ല ഈ പറയുന്ന താഴെ പറഞ്ഞ രണ്ടും. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് എനിക്ക് ടീച്ചർക്ക് അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ അത് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല, എന്നാലും ഇവയൊക്കെ ഉണ്ട് എന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഇതുവരെ ഓക്കെ ആണോ? ബോർ അടിക്കുന്നുണ്ടോ? ഹലോ ടീച്ചറെ ഓക്കെ ആണ്, കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നു. ഓക്കെ. ഇനി സംസ്ഥാന തലത്തിൽ ലഭ്യമാകുന്ന ഗവേഷണ ധനസഹായങ്ങളെ കുറിച്ചിട്ട് എനിക്ക് എന്താ പറയുക, ചിലപ്പം നിങ്ങൾക്ക് ഒത്തിരി ഇതിൽ ആഡ് ചെയ്യാൻ സാധിക്കും. കാരണം ലാംഗ്വേജുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ കുറെ ഉണ്ട്. അതില് ടീച്ചർക്ക് 2 കാര്യങ്ങൾ മാത്രമേ ഇതിൽ എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ. കാരണം വേറെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ടും നമ്മുടെ സൈറ്റിലൊക്കെ നോക്കിയിട്ട് എനിക്ക് അധികം കണ്ടെത്താൻ സാധിച്ചില്ല. മഞ്ഞയിലുള്ളത് ഞാൻ പറയുന്നില്ല, അത് സയൻസുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ നമുക്ക് എല്ലാവരും അറിയാലോ ചീഫ് മിനിസ്റ്റേഴ്സ് റിസർച്ച് സ്കോളർഷിപ്പ്, അതെല്ലാവർക്കും അറിയാം അല്ലെ? അപ്പൊ അതും നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ KCHR പെർ ഇയർ എനിക്ക് തോന്നുന്നു മിനിമം 12 ആൾക്കാർക്ക് വെച്ചിട്ട് PhD ഫെലോഷിപ്പ് നൽകുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഈ കിട്ടുന്ന അറ്റ്ലീസ്റ്റ് ഇന്റർനാഷണൽ അല്ലെങ്കിൽ നാഷണൽ ലെവലിലും കിട്ടുന്ന, അതായത് നമ്മുടെ സംസ്ഥാനത്തിൽ നിന്നുള്ള ഏതൊക്കെ കിട്ടുന്നുണ്ട്, ദേശീയ തലത്തിൽ നമ്മളുമായി ബന്ധപ്പെട്ട ഏതൊക്കെ ഫണ്ടിങ് ഏജൻസി, അതിന്റെ വിളിക്കുന്ന സമയം, അതിന്റെ ലാസ്റ്റ് ഡേറ്റ്. ഒബ്വിയസ്ലി അത് മാറും, കാരണം വിളിക്കുന്ന സമയമൊക്കെ കുറച്ച് 1 2 ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമായിരിക്കും. പക്ഷെ എങ്കിൽ ഏകദേശം ഒരു സമയം, ഒരു മാസം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. കാരണം അതിനനുസരിച്ച് ഒരു പ്രപ്പോസൽ എപ്പോഴും എവർ റെഡി ആവണം നമ്മുടെ കയ്യിൽ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ലിസ്റ്റ് എല്ലാവരും ഉണ്ടാക്കിയാല് വളരെയധികം നന്നായിരിക്കും. അടുത്ത് നമ്മൾ ജമ്പ് ചെയ്യാം ഇന്റർനാഷണൽ ഫണ്ടിങ് ഏജൻസിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പം ടീച്ചർ മുമ്പ് അത് തുടക്കം തന്നെ പറഞ്ഞു, ഈ പറയുന്ന പല ഏജൻസികൾ ഇപ്പൊ മാത്രമേ ഉള്ളൂ ഫുൾ ടൈം PhD വരുന്നത്. ഇതിനുശേഷം നമ്മൾ കുറച്ചും കൂടി അതൊക്കെ തന്നെ എല്ലാവരും PhD ഫെലോഷിപ്പുകൾ ഫുൾ ടൈം കൊടുത്തിരുന്ന ഒരു മിക്ക ഏജൻസികളായിരുന്നു. പക്ഷെ നമ്മുടെ ഈ ഒരു കോവിഡിന് ശേഷമുള്ള ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നതിന് ശേഷം അവർ ഫണ്ട് കാര്യമായിട്ട് കുറച്ചിട്ടുണ്ട്. ഇതില് ദ വേൾഡ് അക്കാഡമി ഓഫ് സയൻസസ് അതില് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെവലപ്പിംഗ് കൺട്രീസിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അവരിപ്പോ കൊടുക്കുന്നത് എന്താ വെച്ചാൽ സാൻഡ്വിച്ച് ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതായത് നിങ്ങൾക്ക് കുറച്ചു കാലം നിങ്ങളുടെ പഠന മേഖലയുമായി ബന്ധപ്പെട്ട്, ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രസ്തുത മാനുസ്ക്രിപ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ചെയ്യുന്നത്, അത് പ്രത്യേകിച്ച് ഒരു ലാബ് എക്വിപ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഗോത്ര വിഭാഗം അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ്, ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവിടെ പോയി അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനേക്കുള്ള ചെറിയ ഒരു എന്താ പറയാ ഒരു 6 മാസം മുതൽ 3 വർഷം വരെ എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങളുടെ പഠനാവശ്യം, നിങ്ങൾ അവരെ കൺവിൻസ് ചെയ്യണം. എനിക്ക് 6 മാസം അല്ല, എനിക്ക് 2 വർഷം അവിടെ നിൽക്കണം, കാരണം ഞാൻ ഈ ഗോത്രവിഭാഗത്തെ പറ്റിയാണ് പഠിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പ്രപ്പോസൽ എഴുതി അവരെ കൺവിൻസ് ചെയ്യുവാണെങ്കിൽ 6 മുതൽ 3 വർഷം വരെ അവിടെ നിൽക്കാൻ, പുറത്ത് നിന്ന് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇത് നൽകുന്നത്. ഓക്കെ, അപ്പൊ പ്രപ്പോസൽ എന്ന് പറയുന്നത് അല്ലെ ഗവേഷണ രൂപരേഖ എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താ പറയാ, ഞാൻ അത് വിട്ടുപോയി തോന്നുന്നു. ആദ്യം തന്നെ നമ്മൾ ഇന്റർനാഷണൽ ഫണ്ടുകളെല്ലാം അയക്കുമ്പോൾ, ഞാൻ നാഷണൽ ഫണ്ടിന്റെ കാര്യത്തിൽ അത് പറയില്ല, ഇന്റർനാഷണൽ ഫണ്ടുകളെല്ലാം അയക്കുമ്പോൾ തന്നെ നമ്മൾ അതിന് മുന്നോടിയായിട്ട്, നമ്മുടെ പ്രപ്പോസൽ എല്ലാം റെഡിയാണ്, അതിന് മുന്നോടിയായിട്ട് നമ്മളൊരു മെയിൽ അവർക്ക് അയക്കണം. അതായത് ഞാൻ എന്നെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള, എന്റെ ഫീൽഡ് ഗവേഷണ മേഖല ഇതാണെന്നൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലെറ്റർ എപ്പോഴും എഴുതുന്നത് നല്ലതായിരിക്കും. കാരണം ഒരു കമ്മ്യൂണിക്കേഷൻ, നമ്മൾ ബ്ലൈൻഡ് ആയിട്ട്
ഒരു പ്രപ്പോസൽ അയച്ചു കൊടുക്കുന്നതിലുപരി ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ നേരത്തെ തുടങ്ങി വെച്ചാൽ, സംടൈംസ് അവർ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവർ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. എന്താ പറയാ, അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മളൊരു എന്താ പറയാ തുടങ്ങി വെക്കുന്നത് എപ്പോഴും ഒരു സേഫ് സൈഡ് ആയിരിക്കും നമുക്ക്. അത് എസ്പെഷ്യലി നമ്മൾ കണ്ടിട്ടുള്ള എന്താ വെച്ചാൽ ഇന്റർനാഷണൽ ഫണ്ടിങ് ഏജൻസി അത് വളരെയധികം വാല്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് റിസർച്ചിൽ. അപ്പൊ അത് അങ്ങനെ ഉണ്ട്. ഇപ്പൊ നമ്മള് പ്രപ്പോസലിന്റെ കൂടെ മേ ബി നമ്മുടെ ഒരു ബ്രീഫ് CV വെക്കുന്നുണ്ടാവും, പക്ഷെ ഒരിക്കലും നമ്മളെ പറ്റി കൺവേ ചെയ്ത് കൊടുക്കട്ടെ. അപ്പൊ അതിനു മുന്നേ നമ്മൾ ഇങ്ങനെ ഒരു ഡിസ്കഷന് ഒരു തുടക്കം കുറിക്കുന്നത് എപ്പോഴും വളരെ നല്ലതായിരിക്കും. അപ്പം നോക്കൂ, ലാസ്റ്റ് ഡേറ്റ് September 30th ആണ്. അപ്പോ ഈ സൈറ്റിലൊക്കെ ഒന്ന് പോയിട്ട് എന്താണ് എനിക്ക് പറ്റുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വളരെ തുടക്കാണ്. എന്നിരുന്നാലും ഈ സ്ലൈഡൊക്കെ വെക്കാം. മേ ബി ഒരു അടുത്ത ഒരു സെമസ്റ്റർ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് മേ ബി നിങ്ങൾ ഇതിന്റെ ഒരു സ്റ്റേജിലൊക്കെ എത്തും. അപ്പൊ നമുക്ക് ആവശ്യമുള്ള മാത്രം ഇതിന്ന് പിക്ക് ചെയ്യുക. ഈ ഏജൻസി എന്ന രീതിയിൽ പിക്ക് ചെയ്ത് റെഡി ആയിരിക്കേണ്ടതാണ്. ഇനി യുണൈറ്റഡ് നേഷൻസ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. കുറച്ച് ഫാസ്റ്റ് ആവട്ടെ, നിങ്ങൾ ഡിലേ ആവുന്നുണ്ടോ? ഇല്ല, കറക്റ്റ് ആയിട്ട് പോകുന്നത്. ഓക്കെ, ഫൈൻ. യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു വൈഡ് വിസിറ്റിംഗ് PhD ഫെലോഷിപ്പ് പ്രോഗ്രാം അല്ലെ? വിസിറ്റിംഗ് നിങ്ങൾ കേട്ടോ? അതൊക്കെ സാൻഡ്വിച്ച് ഫെലോഷിപ്പ്, വിസിറ്റിംഗ് പിന്നെ PhD പ്രോഗ്രാം, ഇതൊക്കെ എന്ന് പറഞ്ഞാല് ഫുൾ ടൈം PhD ഫെലോഷിപ്പ് ഉണ്ടാവും ചിലവർക്ക്. പക്ഷെ ഇതെല്ലാം ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട് അവരൊക്കെ. കാരണം നമ്പർ ഓഫ് ഗ്രാൻഡ് കൂട്ടാൻ വേണ്ടിയിട്ട് അവര് ഡ്യൂറേഷൻ ഓഫ് ഗ്രാൻഡ് കുറയ്ക്കുകയാണ് ചെയ്തത്. ഇപ്പൊ ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് 3 months അല്ലെ? അതായത് എന്താ പറയാ, 3 months അവർ വെച്ചാലും നമ്മുടെ ഒരു പ്രപ്പോസൽ റൈറ്റിംഗ് സ്റ്റേജിൽ നമ്മൾ പറയുന്നു നമുക്ക് ഇന്ന ആവശ്യമുണ്ട്, സോ ഐ നീഡ് ടു സ്റ്റേ ദെയർ 1 year എന്ന് പറയാനുള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ അത് എഴുതി പിടിപ്പിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാവണം. അപ്പം ഇതും വളരെയധികം ആൾക്കാർ ഒപ്റ്റ് ചെയ്യുന്നതാണ് യുണൈറ്റഡ് നേഷൻസിന്റെ വൈഡർ വിസിറ്റിംഗ് PhD. അതുപോലെ തന്നെ പിന്നെ പോസ്റ്റ് ഡോക്ടറിലും ഇവർക്കുണ്ട് ഈ യുണൈറ്റഡ് നേഷൻസിന്. അപ്പൊ അത് നമ്മൾ അടുത്ത സ്റ്റേജിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതിന്റെയൊക്കെ വെബ്സൈറ്റ് ഒക്കെ ഒന്ന് നോക്കുക. അതുപോലെ തന്നെ UN-ന്റെ വേറൊരെണ്ണമാണ് UN പ്രസിഡന്റ് ഓഫ് ദി ജനറൽ അസംബ്ലി ഫെലോഷിപ്പ് പ്രോഗ്രാം. ഇതെന്താ വെച്ചാല് നിങ്ങൾക്ക് അവിടെ പോയി വിസിറ്റ് ചെയ്യാം. അതായത് UN-ന്റെ എന്താ പറയാ ആസ്ഥാനം, അതുപോലെ തന്നെ അവിടുത്തെ കാര്യങ്ങള്, അവിടുത്തെ വർക്ക്, സുസ്ഥിരതയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ എന്താണ് നടക്കുന്നത് പോയി അറിഞ്ഞു വരാനുള്ള ഒരു ഫെലോഷിപ്പാണ്. അപ്പം നിങ്ങൾ ചോദിക്കാൻ, ടീച്ചർ ഇത് എന്റെ പഠനവുമായിട്ട് എന്താണ് ബന്ധം അല്ലെ? നമ്മളെ പഠനത്തിലുപരി നമുക്കൊരു എക്സ്പോഷർ എന്ന് പറയുന്നത് അല്ലെ, നമ്മളെല്ലാം ഇന്ത്യയിൽ എന്ത് നടക്കുന്നു നമുക്ക് അറിയില്ല. കാരണം എന്താ വെച്ചാല് കേരളം വിട്ട് മറ്റു സംസ്ഥാനങ്ങൾ കണ്ട് മറ്റു രാജ്യങ്ങളിലും എങ്ങനെയാണ് അക്കാദമിക രംഗം പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു അറിയാനുള്ള ഒരു വാജ്ഞ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. അത് കാരണം വെച്ചാൽ എന്നെ കൊണ്ടത് പറ്റുമെന്നല്ല, നമ്മളെ കൊണ്ടൊക്കെ പറ്റും. നമ്മളൊക്കെ തന്നെ ആദ്യം പുറത്തു പോകുന്നത് PhD ചെയ്യുന്ന സമയത്താണ് അല്ലെ? ഇപ്പൊ നമ്മളെല്ലാരും വീട്ടുകാർ ചോദിക്കുക അങ്ങ് ദൂരത്ത് എങ്ങനെയാ പോവാന്നൊക്കെ ചോദിക്കുക, അതൊക്കെ ഉണ്ടാവും. പക്ഷെ അതിന്റെ ഒരു ത്രില്ല്, ആ ഒരു യാത്ര കൊണ്ട് നമുക്കുണ്ടാകുന്ന ഒരു ഫ്ലെയർ ഉണ്ടല്ലോ, അത് എന്ന് പറയുന്നത് വളരെ ഒരു PhD ഒരു ഗവേഷക വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഊർജം നമുക്ക് ആവശ്യമാണ്. കാരണം ഒരേ വർക്ക് കുറെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെല്ലാം എന്താ പറയാ ഇവിടുത്തെ ഒരു ചടപ്പെന്ന് പറയല്ലേ, ആ രീതിയിൽ എത്തപ്പെടും നമ്മൾ. പക്ഷെ അതിന്നൊക്കെ മാറി നമ്മൾ കുറച്ചു പേരോട് സംവദിക്കുന്നു, നമ്മുടെ ആശയങ്ങൾ പറയുന്നു, അതിൽ വേണ്ട അഡീഷൻസോ ഡിലീഷൻസോ ഇതൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്ത് അവിടെയുള്ള കുട്ടികളുമായിട്ട്, അതായത് കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇന്റേൺസ് എന്ന് പറയും, ആ ഇന്റേൺസ് UN-ന് ഒത്തിരി ഇന്റേൺസ് ഉണ്ട്, ഒത്തിരി വർക്കുകളുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ഒരു ചർച്ചയ്ക്ക് സാധ്യത ഒരുക്കുന്നതാണ് ഈ പറയുന്ന രണ്ടാമത്തെ ഫെലോഷിപ്പ്. അപ്പൊ അത് തുടങ്ങിയപ്പോ ഞാൻ ഇതിൽ എഴുതാൻ വിട്ടുപോയി, ലീഡർഷിപ്പ് എന്ന് പറയും. ഇതും യുണൈറ്റഡ് നേഷൻസിൽ തന്നെയാണ്. ഇതും അതുപോലെ തന്നെയാണ്. അതെന്ന് ഒരു ഗ്രാന്റ്, അതായത് നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് വളരെ ചുരുങ്ങിയ ഒരു പൈസ തരും. പക്ഷെ പൈസയിലുപരി നിങ്ങളുടെ യാത്ര, അതായത് പിന്നെ അവിടെ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ഉണ്ടാകും. ഏത് നേഷനിൽ വെച്ചിട്ടാണോ എന്നറിയില്ല. നമ്മളൊക്കെ ചെയ്തപ്പോൾ അത് സൗത്ത് കൊറിയയിലായിരുന്നു. അപ്പൊ അങ്ങടേക്ക് പോവാനും വരാനും ഒക്കെയുള്ള ഫ്ലൈറ്റ് ചാർജ്, അവിടുത്തെ താമസം എല്ലാം തരും. പിന്നെ അവർ തരുന്ന തുച്ഛമായ തുകയ്ക്ക് ഒരു ചെറിയ വർക്ക്, അത് നമ്മുടെ ഗവേഷണവുമായി ബന്ധപ്പെട്ട ഒരു വർക്ക് എടുത്താൽ മതിയാവും, ചെയ്യുക, എന്നിട്ട് ഫൈനൽ പ്രസന്റേഷന് പോവുക. ഇതൊക്കെ എന്ന് പറഞ്ഞാല് നമ്മുടെ ഗവേഷണവുമായി ബന്ധപ്പെട്ട് വലിയൊരു എന്താ പറയാ കോൺട്രിബ്യൂഷൻ ആണ് നമുക്ക് നൽകുന്നത്.
കാരണം ഞാൻ പറഞ്ഞ പോലെ പല ആൾക്കാരും അതിന് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോം ഒക്കെ നമുക്ക് കിട്ടുകയാണ് പൈസയിലുപരി. പൈസ വളരെ എന്താ പറയാ നമ്മുടെ കൃത്യമായി ഉള്ള ഒരു ഇത് മാത്രമേ കിട്ടുള്ളൂ. എന്നിരുന്നാലും ആ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. പിന്നെ നമ്മളെല്ലാവരും കേട്ടാണ് അല്ലെ, ഫുൾ ബ്രൈറ്റ് കേട്ടിട്ടുള്ളതാണ്. ഫുൾ ബ്രൈറ്റ് നെഹ്റു ഡോക്ടറൽ റിസർച്ച് ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. അത് 6 മുതൽ 9 മാസം വരെ നമുക്ക് എന്താണ് ഇതുപോലെ എന്റെ ഒരു എന്താ വർക്കാകാം, എനിത്തിങ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പിന്നെ എന്താണ് ചില സൈറ്റ് സന്ദർശനമാകാം, ചില ലാബ് അനാലിസിസ്, അങ്ങനെ എന്തിനാകാം. ഈ പറയുന്ന എക്കണോമിക്സ്, എഡ്യൂക്കേഷൻ പോളിസി, പ്ലാനിങ്, എൻവയോൺമെന്റൽ സയൻസ് സ്റ്റഡീസ് എല്ലാം, ഹിസ്റ്ററി, ലാംഗ്വേജ്, കണ്ടോ നമ്മൾ ഇവിടെയുള്ള എല്ലാ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഉണ്ട്. എല്ലാ വിഷയവും ഇതിൽ വന്നു കഴിഞ്ഞു. ഇവർക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് നോക്കൂ, ജൂലൈ 15 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും അതിന്റെ സൈറ്റിലൊക്കെ പോയിട്ട് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഇപ്പോഴേ നോക്കി വേണം. പിന്നെ ഡാഡ് സ്കോളർഷിപ്പ്, ജർമ്മൻ അക്കാഡമിക് എക്സ്ചേഞ്ച് സർവീസ് ആണ് ഡാഡ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. ഇതിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ഇതുപോലെ തന്നെ ഒരു ചെറിയ ഫേസ് നമുക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തു പോകാം. അപ്പൊ അത് ഡാഡ് നൽകുന്നത് മിക്കവാറും ജർമ്മനിയിൽ തന്നെ പോകാനായിരിക്കും. അപ്പൊ അതുകൊണ്ട് ജർമ്മനിയിൽ എവിടെയാണോ നമ്മളുമായി ബന്ധപ്പെട്ട വർക്ക് നടക്കുന്നത് അതൊക്കെ കണ്ടുപിടിക്കുക. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞില്ല, നമ്മൾ ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞു, ഇനി അയച്ചു കഴിഞ്ഞ് ഡാഡ് ഫെലോഷിപ്പ് എനിക്ക് കിട്ടുന്നൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കരുത്. കാരണം ഈ പ്രപ്പോസൽ വരുമ്പോൾ തന്നെ ഞാൻ എയിം ചെയ്യേണ്ടത് എനിക്ക് ഒരു എന്റെ പോലുള്ള വർക്ക് നടക്കുന്ന ഒരു എന്താ പറയാ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിക്കണം, അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അവരോട് ചോദിക്കണം, എനിക്ക് ഇങ്ങനെ സാധനം ഞാൻ അയച്ചിട്ടുണ്ട്, കിട്ടുമെങ്കിൽ ഞാൻ അവിടെ വന്ന് ഡാഡ് ഫെലോ ആയിട്ട് വന്നോട്ടെ എന്നുള്ള രീതിയിൽ നമ്മള് ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. ചിലപ്പോൾ 3 പ്രാവശ്യം 4 പ്രാവശ്യം ഒക്കെ ഡാഡ് ഫെലോയ്ക്ക് അപേക്ഷിച്ചായിരിക്കും നമുക്ക് കിട്ടുക. പക്ഷെ ഞാൻ പറയുന്നത് അയച്ചു കഴിഞ്ഞിട്ട് നമ്മള് അയച്ചു കഴിഞ്ഞു, പ്രൊപ്പോസൽ അയച്ചു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിരിക്കരുത്. ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇന്റർനാഷണൽ ഇതുപോലുള്ള ഫണ്ടിന്റെ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. പിന്നെ എക്സ്ചേഞ്ച് പ്രോഗ്രാം, അതിന് കുറെ ഉണ്ട്. ഈ പറയുന്ന സാധനങ്ങളൊക്കെ തന്നെ സാൻഡ്വിച്ച് ഇതെന്നൊക്കെ പറയുന്നത് ഒരു കണക്കിന് ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാം ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഞാൻ പറഞ്ഞു ഒരു സാഹചര്യം, കാരണം നമ്മുടെ ഫിനാൻഷ്യൽ ഓൾ ഓവർ വേൾഡ് ഒരു ക്രൈസിസ് നിൽക്കുന്നതുകൊണ്ട് എല്ലാം ഇതിനെ ചുരുങ്ങി വരികയാണ്. അപ്പം ഗവേഷണത്തിലെ ഇതിൽ മിക്കവാറും ഒരു മാൻഡേറ്ററി ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് ഗവേഷണത്തിനായി രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികളായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ 6 മാസം വരെയുള്ള പിന്നെ എന്താ പറയാ 6 മാസം മുതൽ 1 വർഷം വരെ ഞാൻ പറഞ്ഞു ഒരു സമയം ഒരു പീരീഡ് സ്ട്രിക്റ്റ് ആയിട്ട് അവർ പറയുമെങ്കിലും ചിലപ്പോൾ നമുക്ക് അത് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കഴിവാണ്. നമ്മൾ ആ പ്രപ്പോസലിൽ അതേമാതിരിക്കും നമ്മുടെ കാര്യങ്ങൾ എഴുതി നമ്മൾ അവരോട് ആവശ്യപ്പെടേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അവിടെ പോയി നിൽക്കാറല്ലേ 3 മുതൽ അല്ലെങ്കിൽ 6 മാസം വരെ അവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സഹായം, അതായത് ഇപ്പം നിങ്ങൾ മലയാള സർവകലാശാലയിൽ നിന്ന് ഓക്സ്ഫോർഡിലേക്കോ അല്ലെങ്കിൽ എന്താ പറയുക ചൈനീസ് അക്കാഡമി ഓഫ് സയൻസിലേക്കോ ഒക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണ്ടി വരും, ചിലപ്പോൾ ആ ഏജൻസിയുമായിട്ട് അല്ലെങ്കിൽ ആ ഗവേഷണ ഏജൻസിയുമായിട്ട് അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റി ആയിട്ട് ചിലപ്പോൾ ഒരു MOU ധാരണാപത്രത്തിലൊക്കെ ഏർപ്പെടേണ്ടി വരും. അത് എല്ലാ ഇതിനും ഞാൻ പറഞ്ഞു MOU ആവശ്യമൊക്കെ എന്താണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞു. പക്ഷെ എല്ലാ ഇതും മാൻഡേറ്ററി ആയിട്ട് പറയുന്നില്ല. പക്ഷെ ചിലവർ വളരെ കൃത്യമായിട്ട് അവരുടെ ആപ്ലിക്കേഷൻ ഫോമിൽ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഈ അതിൽ നിന്നൊരു പബ്ലിക്കേഷൻസ് ഒക്കെ വരുമ്പോൾ അതില് പ്രശ്നങ്ങളൊക്കെ തന്നെ ചില ഗവേഷണങ്ങൾ ചില പേറ്റന്റ്സ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ഓണർ ആരാണെന്നുള്ള അവസാന ഫേസ് കിടന്നുള്ള അടിയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിന് MOU അങ്ങനെയുള്ളതൊക്കെ പറയുന്നത്. ഇനി ഡയറക്റ്റ് നമ്മൾ മുമ്പേ പറഞ്ഞു ഇതിലെന്ന് വെച്ചാല് പിന്നെ എക്സ്ചേഞ്ച് പ്രോഗ്രാം ഈ കോ-ഗൈഡിനെ തിരഞ്ഞെടുക്കാം. ഈ എക്സ്ചേഞ്ച് നമ്മൾ എക്സ്ചേഞ്ച് പ്രോഗ്രാം പലപ്പോഴും അവിടെ പോയി അവിടുത്തെ ഒരു സാഹചര്യം നമ്മൾ അല്ലെങ്കിൽ ആ ഒരു ലാബ് ഉപയോഗിച്ച് തിരിച്ചു വരിക, അല്ലെങ്കിൽ ആ ഫീൽഡ് കണ്ട് തിരിച്ചു വരിക, അല്ലെങ്കിൽ അവിടുത്തെ ഗോത്ര സമൂഹത്തെ കണ്ട് തിരിച്ചു വരുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ ഇതിലെന്താണെന്ന് വെച്ചാൽ ഡാഡ് സ്പെസിഫിക്കലി പറയുന്നുണ്ട് അതിൽ നിങ്ങൾ അവിടെ ചെറിയൊരു കോ-ഗൈഡിനെ തിരഞ്ഞെടുക്കണമെന്ന് പറയുന്നുണ്ട്. അല്ലേ, ഇവിടെ ഒരു ഗൈഡ് ഉണ്ട് നമുക്ക്. അപ്പൊ കോ-ഗൈഡ് അദ്ദേഹം ആവണം എന്നുള്ളൊരു MOU സൈൻ ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റും.
അത് നമ്മുടെ റെഗുലേഷൻ, നമ്മുടെ സർവകലാശാലയിലെ റെഗുലേഷൻ അത് അനുവദിക്കുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് അത്തരത്തിലുള്ള ഒത്തിരി എക്സ്ചേഞ്ച് പ്രോഗ്രാമുകളുണ്ട്. ഞാൻ ഈ ഒരെണ്ണം എടുത്തിട്ടത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടോ, നമുക്കത് പറ്റുന്നതാണോ എന്നൊക്കെ കൃത്യമായി വായിച്ചും മനസ്സിലാക്കിയിട്ടും ഒക്കെ തന്നെ നമുക്ക് അത്തരത്തിലുള്ള ഇതിലേക്ക് ചെന്ന് ചാടാൻ കഴിയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ICSR നമ്മൾ മുമ്പേ പറഞ്ഞാണ്, ICSR ഇഷ്ടംപോലെ എന്താ പറയാ ഇതുപോലെ എക്സ്ചേഞ്ച് നമ്മള് പുറത്തു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി ഫണ്ടിങ് അനുവദിക്കുന്നുണ്ട്. അതായത് കൾച്ചറൽ എക്സ്ചേഞ്ച് എഗ്രിമെന്റ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ എക്സ്ചേഞ്ച് എഗ്രിമെന്റ്, ഇത് ICSR മറ്റു പല രാജ്യങ്ങളുമായിട്ടും ചെയ്തത് കാരണം ആ രാജ്യങ്ങൾ ലിങ്ക് ടീച്ചർ ആ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നതിനുള്ള ധനസഹായം ICSR കൊടുക്കുന്നുണ്ട്. ഇഷ്ടംപോലെ പുറത്തു പോയി ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ പുറത്തു പോയി തിരിച്ചു വരുന്നതിന് ഇത്രയും ഫണ്ടുണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചോ? എത്രയും ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു ഗവേഷക വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടുള്ള യാത്രയ്ക്ക് വളരെയധികം ആവശ്യമാണ്. ഇപ്പോ ഫോർ എക്സാമ്പിൾ നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ സയൻസിലൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ഉപയോഗിക്കും അല്ലേ? അപ്പൊ അങ്ങനെയുള്ള എന്താ പറയാ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല, ഇപ്പൊ ലാബിന്റെ ഫെസിലിറ്റി ആവട്ടെ, അതൊക്കെ നമുക്ക് ഈ ഒരു ബന്ധം വെച്ചിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന നല്ല പബ്ലിക്കേഷൻസുകൾ, ഇന്റർനാഷണൽ കൊളാബറേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതൊക്കെ തന്നെ ICSR തന്നെ ഇത്രയും രാജ്യങ്ങളിൽ പോകാനുള്ള ഫണ്ട് അവർ സപ്പോർട്ട് തരുന്നുണ്ട്. പിന്നെ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ, സെൻട്രൽ ഗവൺമെന്റ്, അവർക്കും ഇതുപോലെ തന്നെ പുറത്തു പോകാനുള്ള ഒത്തിരി ഇതുണ്ട്. അതിന്റെ ഒരു ലിസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാൻ പറ്റുമോ എന്നറിയില്ല, ഞാൻ എന്തായാലും ഇത് അയച്ചു തരാം. അപ്പൊ ഇതില് ഞാൻ ഇങ്ങനെ ഒരു സാധനമാണ് പറഞ്ഞത് നിങ്ങളോട്. ഇതില് നമുക്ക് പോകേണ്ട അല്ലെങ്കിൽ നമുക്ക് അയക്കേണ്ട ഫണ്ടിങ് ഏജൻസികളും അപ്പുറത്തെ സൈഡില് അതിന്റെയൊക്കെ ഏത് സമയത്താണ് ഇതിൽ വിളിക്കുന്നത് ഏകദേശ ധാരണയുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നേരത്തെ വർക്ക് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരു മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ നൽകുന്ന സപ്പോർട്ടാണ് അത്. പിന്നെ യുണൈറ്റഡ് കിങ്ഡം, തായ്ലൻഡ്, അങ്ങനെ പല രാജ്യങ്ങളിലും പോകാനുള്ള സപ്പോർട്ട് നൽകുന്നുണ്ട്. ഇത്രയും രാജ്യങ്ങളിൽ നിങ്ങൾക്ക് പോകാനുള്ള സപ്പോർട്ട് ഒരുപക്ഷെ ഗവൺമെന്റ് നൽകും എന്നുള്ളത് നമുക്ക് പുതിയ അറിവായിരിക്കും അല്ലേ? ഞാൻ പറയുന്നത് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്, എക്സ്പ്ലോർ. കാരണം നമുക്ക് UGC നെറ്റ് കിട്ടിയെന്ന് വെച്ചോളൂ, കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കൊണ്ട് നിർത്തരുത്. നമ്മൾ എത്ര ഫ്രീക്വന്റ് ആയി പുറത്തു പോകണോ അത്രയും നമുക്കറിയാം. എല്ലാ സംവിധാനങ്ങളും സാഹചര്യങ്ങളിൽ ഗവൺമെന്റ് ഇവിടെ തന്നെ നൽകുന്നുണ്ട് അല്ലെ? അതിനുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. പിന്നെ ഇതിന്റെ പേരിൽ ഈ അവാർഡ് കിട്ടിയിട്ട് നമ്മൾ വിസ ആപ്ലിക്കേഷൻ ഒക്കെ നമുക്കറിയാലേ, ചില രാജ്യങ്ങളിലൊക്കെ വിസ പ്രോസസ്സിംഗ് വളരെ ഡിലേയാണ്. പക്ഷെ നമുക്ക് അവിടെ ഇവിടുന്നുള്ള ഒരു പ്രത്യേക ഇത് കിട്ടി എന്നുള്ള ഒരു പേപ്പർ വെച്ചാൽ നമുക്ക് വിസ പ്രോസസ്സിംഗ് ഒക്കെ തന്നെ വളരെ എളുപ്പമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ജപ്പാൻ, ഞാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ ജർമ്മനി ഫോക്കസ്ഡ് ആയിരിക്കും. ജപ്പാൻ അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 ദിവസം മുതൽ 1 വർഷം വരെയുള്ള നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ജപ്പാനിൽ പോകാം. ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് നമുക്ക് ബന്ധപ്പെടാക്കണം. നമ്മുടെ പ്രവർത്തനം, നമ്മുടെ വർക്കുമായിട്ട് ഒരേപോലെയുള്ള വർക്ക് നടക്കുന്നിടത്തൊക്കെ പോയി നമുക്ക് ഡിസ്കഷൻ ചെയ്യാം. അപ്പൊ ഏകദേശം നോക്കൂ, നമുക്ക് അത്രത്തോളം 47,000 ചിലവാനും പെർ മന്ത് നമുക്ക് അവര് തരും ഈ ഒരു കിട്ടാണെങ്കിൽ കേട്ടോ. പിന്നെ ഈ യുനെസ്കോയുടെ കാര്യം ഞാൻ പറഞ്ഞത്, ഒരു ഗ്രാൻഡ് എന്നുള്ള കൾച്ചറൽ ഡൈവേഴ്സിറ്റി അത് ഇൻസ്റ്റിറ്റ്യൂഷനെ കൊടുക്കുള്ളൂ. കാരണം ആ 85 lakhs ആണ് മാക്സിമം. ഞാൻ പറഞ്ഞല്ലോ ഒരു യുനെസ്കോയുടെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി നമുക്കറിയാം. നമുക്കിവിടെ ഹെറിറ്റേജ് സ്റ്റഡീസ് ഉണ്ട്. ഇപ്പൊ ഈ കൾച്ചറൽ ഹെറിറ്റേജ് എന്ന് പറയുമ്പോൾ അതെന്ന് പറയുമ്പോൾ ഒരു മോണ്യുമെന്റ്സ് മാത്രമായിരിക്കില്ല, മേ ബി ഒരു എക്കോസിസ്റ്റം ആകാം അല്ലേ? അപ്പൊ പരിസ്ഥിതിയും ഇന്റർഡിസിപ്ലിനറി ആയിട്ടുള്ള പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ പ്രൊപ്പോസലുകൾക്കാണ് ഇപ്പൊ കൂടുതൽ എന്താ പറയാ കൂടുതൽ എടുക്കപ്പെടുന്നത്. കാരണം ഇപ്പൊ പരിസ്ഥിതി എന്ന് പറയുന്നത് പിന്നെ എല്ലാ ബയോട്ടിക്, അബയോട്ടിക്, ജൈവിക, അജൈവികമായിട്ടുള്ള എല്ലാ ഫാക്ടറുമായി ചേർന്നതാണ് അല്ലേ? ഇപ്പൊ നമ്മളിപ്പോ മോഹൻജദാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോണ്യുമെന്റ് എടുക്കുക, അതിന് ചുറ്റുമുള്ള ആവാസ വ്യവസ്ഥയെ കൂടെ സംരക്ഷിച്ചാൽ മാത്രമേ ഈ മോണ്യുമെന്റ് കൂടെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുള്ളൂ. ആ തലത്തിലുള്ള പ്രപ്പോസലുകൾക്കാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഉദാഹരണം പറഞ്ഞാണ്, ഞങ്ങൾ ഇന്റർഡിസിപ്ലിനറി ആയിട്ടുള്ള കൺസെപ്റ്റുകൾ വരുന്ന സ്റ്റഡികളാണ് ഇപ്പൊ കൂടുതൽ റെലവൻസ്, കൂടുതൽ ഫണ്ടിങ് കിട്ടുന്നത്. അപ്പൊ ഏകദേശം മാക്സിമം 85 lakhs വരെ കിട്ടാവുന്ന ഒരു പ്രോജക്റ്റ് ആണിത്. പക്ഷെ അത് ഞാൻ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് ബേസ്ഡ് ആണ് അവർ കൊടുക്കുന്നത്. അത്രയും വലിയൊരു തുക ആയതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞു റെപ്പിറ്റേഷൻ. ഓക്കെ,
അപ്പൊ ഇത്രയാണ് ഞാൻ ഇന്ന് ഫണ്ടിങ് ഏജൻസികൾ, അത് പ്രീ പ്രപ്പോസൽ സ്റ്റേജ് ആണ്, ഇത്രയും മതി എന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് പ്രപ്പോസൽ എഴുതേണ്ടത് എന്നുള്ള സെഷനാണ്, പ്രപ്പോസൽ സ്റ്റേജ് ആണ്. ഇന്നുകൂടി നിർത്തട്ടെ. ജിനു, കേൾക്കുന്നുണ്ടോ? സയൻസുകാരോട് ക്ഷമിക്കുന്നു, കാരണം നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഞാൻ സയൻസിന്റെ മെയിൻ ഭാഗമെല്ലാം ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. ഇതിലെ നമ്മളെല്ലാ ഫണ്ടിങ്ങും അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ടീച്ചറെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ക്ലാസ് നന്നായിട്ട് തന്നെ പോകുന്നു ടീച്ചർ. ഈ ദിവസം ഇത്രയും യൂപിഎസിലാണ്, അതുകൊണ്ടാണ് ഇവിടെ കറണ്ട് പോയില്ലേ. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷനെ ഇങ്ങനെ അവസാനിപ്പിക്കാം. ഇത് എനിക്ക് വളരെ കണ്ടിന്യൂ ചെയ്തേ. വേണമെങ്കിൽ നമുക്ക് നേരിട്ടൊരു ക്ലാസ്സോ അല്ലെങ്കിൽ നിങ്ങൾ എപ്പോ വന്നാലും നമുക്ക് എന്താ പറയുക ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഈ സ്ലൈഡ് ഞാൻ ജിനുവിന് മലയാളത്തിലാക്കിയതിനു ശേഷം, കംപ്ലീറ്റ് ആയിട്ട് മലയാളത്തിലാക്കിയതിനു ശേഷം അയച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു എക്സസൈസ് നമ്മൾ ചെയ്താൽ പിന്നെ അതൊരു ഭാരമായിട്ട് നമുക്ക് മാറും. കാരണം കൂടുതൽ പുറത്തു പോകുക നമ്മൾ സ്വന്തം ചെലവിലല്ല പോലെ ഇത്രയും സാഹചര്യങ്ങൾ നമുക്ക് ഫണ്ടിങ് ഏജൻസികളോടുള്ളപ്പോൾ നമ്മൾ അത് ഉൾപ്പെടുത്തേണ്ടതാണ്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഞാൻ കേട്ട് വലിയ സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കുന്നത് അതിൽ വളരെ ഉപകാരപ്രദമായിട്ടൊരു ക്ലാസ് ആയിരുന്നു. നമുക്ക് ഈ സെഷനിൽ പങ്കെടുക്കുന്ന ആർക്കെങ്കിലും ടീച്ചറിനോട് നേരിട്ട് ഇപ്പോൾ ചോദിക്കാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ശബ്ദം അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാൻ, അല്ലെങ്കിൽ മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്ത. ഓക്കെ, സംശയം ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് അതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കാം. ഇതിനകത്ത് പുതിയതായി സർവകലാശാലയിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള ഗവേഷകർ, ഇതിന് തൊക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുള്ള ഗവേഷകരൊക്കെ ഇതിനകത്തുണ്ട്. ചിലര് കയറി ഇറങ്ങിപ്പോയി. പിന്നെ നമ്മള് ഇത് ഡോക്യുമെന്റേഷൻ ഭാഗമായിട്ട് ഈ ക്ലാസ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് സ്കൂളിലെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിന്റെ ലിങ്ക് നൽകും. ഏതെങ്കിലും തരത്തിൽ നെറ്റ്വർക്ക് ഇഷ്യോ മറ്റെന്തെങ്കിലും സാങ്കേതിക കാരണത്താൽ ഈ ക്ലാസ്സിൽ കയറാൻ പറ്റുന്നവർക്ക് പിന്നീട് റെഫർ ചെയ്യാൻ പാകത്തിനുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. ഏതായാലും ക്ലാസ് വളരെയധികം ഉപകാരപ്രദമായിരുന്നു. വ്യക്തിപരമായിട്ട് എനിക്ക് കുറെ കാര്യങ്ങൾ പിന്നെ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഗവേഷണത്തിന്റെ അത്തരം വലിയ അനന്ത സാധ്യതകളെ കുറിച്ച് അറിയാൻ സഹായകമായിട്ടുള്ള ഒരു സെഷനായിരുന്നു. ഞാനും ഇത്രയേറെ സാധ്യതകൾ ഈ ഗവേഷണ മേഖലയിൽ പിന്നെ ധനസഹായവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ആദ്യമായിട്ട് അറിഞ്ഞു. വലിയ ഉപകാരമായി ടീച്ചറിന്റെ ക്ലാസ്. ധീരജരാജന്റെ പഠന സ്കൂൾ നേതൃത്വത്തിൽ അങ്ങനെ ഒരു ക്രമീകരണം ഈ ക്ലാസ്സിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. നമ്മളെ ടീച്ചറിനെ ക്യാമ്പസിൽ വെച്ച് കണ്ട് നേരിട്ട് ചോദിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ ഈ ക്ലാസ് എടുക്കാമെന്നുള്ള ചുമതല ഏറ്റെടുത്തു. ടീച്ചറിന് ധീരജരാജന്റെ പഠന സ്കൂളിന്റെ പേരിൽ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഈ ക്ലാസ്സില് മുഴുവൻ സമയം ഉണ്ടായിരുന്ന ഗവേഷകരായിട്ടുള്ള ആളുകൾ എല്ലാവർക്കും ധീരജരാജന്റെ പഠന സ്കൂളിന്റെ നേതൃത്വത്തില് മലയാള സർവകലാശാല നേതൃത്വത്തില് ഉള്ള നന്ദി അറിയിക്കും. ഈ പ്രഭാഷണ പരമ്പര, ഗവേഷണ പ്രഭാഷണ പരമ്പരയുടെ ക്ലാസ് അടുത്ത ദിവസം ഉണ്ടായിരിക്കുന്നതാണ്. മറ്റൊരു വിഷയത്തില് ക്ലാസിന്റെ വിവരങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു. പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ ടീച്ചർ എന്ന നന്ദി ആവർത്തിച്ചുകൊണ്ട് ശുഭരാത്രി.